ഹായ് ഡി സ്റ്റുഡൻസ്, വെൽക്കം ഓൾ. അപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ നമ്മുടെ സെക്കൻഡ് GAB കംപ്ലീറ്റായി. നിങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സാമൊക്കെ? ഗംഭീരമായിരുന്നോ? യെസ്. ഏതായാലും നമ്മൾ ഫിസിക്സ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇക്വേഷൻ ഓഫ് സ്റ്റേഷനറി വേവ്. ഒരു വേവ് ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഡസ് ഇറ്റ് മാറ്റർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് എന്ന്. ആ നോട്ട് പ്രത്യേകം അണ്ടർലൈൻ ചെയ്യണേ. നോട്ട് കറക്റ്റ് എന്നാണ് ചോദ്യം. ശരിയല്ലാത്തത് ഏത്? അപ്പോൾ നോക്കൂ, ഡയമെൻഷനാണ്. ഓപ്ഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒക്കെ ഡയമെൻഷനായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ 1 by 1 നമുക്ക് ചെക്ക് ചെയ്യാം. ദ ഡയമെൻഷൻസ് ഓഫ് n ഈസ് L(T⁻⁻1). അപ്പോൾ n എവിടെയാണ്? ഇവിടെയാണുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇത് സൈനിൻ്റെ ആർഗ്യുമെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതിന് മൊത്തം ഇതെന്തായിരിക്കണം? ഡയമെൻഷൻലെസ് ആയിരിക്കണം. അപ്പോൾ n എന്തായിരിക്കണം എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. n നോക്കൂ, അപ്പോൾ ഇത് ω(T) ആണെങ്കിൽ നിങ്ങൾക്കറിയാം. ഓക്കെ, ഇത് 2π ഓൾറെഡി ആംഗിളാണ്. അപ്പോൾ അത് ഡയമെൻഷൻലെസ് ആണ്. അപ്പോൾ അത് പ്രശ്നമില്ല. അപ്പോൾ n-ൻ്റെ ഡയമെൻഷൻ ബാക്കിയുള്ളത് ഡയമെൻഷൻലെസ് ആയിരിക്കണം, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം പറയാം. n-ൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് T/λ ഡയമെൻഷനുമായിട്ട് ക്യാൻസൽ ചെയ്ത് പോകണം. എന്ന് വെച്ചാൽ അത് നമ്മളോട് സൂചിപ്പിക്കുന്നത് എന്താ? അത് നമ്മളോട് സൂചിപ്പിക്കുന്നത് ഡയമെൻഷൻസ് ഓഫ് n എന്ന് പറയുന്നത് T/λ ഡയമെൻഷൻ്റെ റെസിപ്രോക്കലായിരിക്കണം. എന്ന് വെച്ചാൽ ഇത് λ/T ഡയമെൻഷൻ ആയിരിക്കും. അപ്പോഴല്ലടാ ക്യാൻസൽ ചെയ്ത് പോകുള്ളൂ. നോക്ക്, അതായത് n-ൻ്റെ ഡയമെൻഷനും λ/T ഡയമെൻഷനാണ് ഈക്വൽ ആവേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയണം? n-ൻ്റെ ഡയമെൻഷനും T/λ റെസിപ്രോക്കലും ആണ് ഈക്വൽ ആവേണ്ടത്. യെസ്, അപ്പോൾ ഇതെന്താണ്? ദിസ് ഈസ് L(T⁻⁻1). ലാംഡ വേവ് ലെങ്ത് ആണ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഓക്കെ, ഇത് കറക്റ്റാണ്, ഇത് തെറ്റല്ല. അപ്പോൾ ഇത് ശരിയാണ്. ദെൻ ഡയമെൻഷൻസ് ഓഫ് x ഈസ് L. എക്സ് എന്താണ്? ഇവിടെ അതും എല്ലും, കാരണം അത് രണ്ടും ഈക്വൽ ആവും. സ്വാഭാവികമായിട്ടും ആവണം, ആയേ മതിയാകൂ. എന്നാൽ ഇവിടെ 2π മാത്രമേ ഉള്ളൂ, ഡയമെൻഷൻലെസ് ആവുള്ളൂ. കാരണം ഇത് എല്ലാണ്, അപ്പോൾ ഇതും എല്ലാവണം. യെസ്, അപ്പോൾ അതും കറക്റ്റാണ്. അപ്പോൾ തെറ്റുള്ളതാണ് നമ്മളോട് ചോദിച്ചതേ, അത് മറക്കരുത്. ദ ഡയമെൻഷൻസ് ഓഫ് n(T) ഈസ് L. അതാ n(T), ദിസ് ഈസ് n(T)L. കറക്റ്റാണ്, കാരണം n(T)യും ഇതും ഈക്വൽ ആയിരിക്കണം. കാരണം ലാംഡൻ്റെത് എല്ലാണ്, അപ്പോൾ n(T)യുടേതും എല്ലാവണം. അപ്പോഴാണ് രണ്ടും ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് 2π കിട്ടുള്ളൂ. അപ്പോൾ അതും ഓക്കെ. അപ്പോൾ നമ്മുടെ ആൻസർ സ്വാഭാവികമായിട്ടും ഓപ്ഷൻ D ആയിരിക്കും. നമുക്ക് ചെക്ക് ചെയ്യാം. n/λൻ്റെത് T ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. n/λയുടേത് T അല്ല, T⁻⁻1 ആവണം. എന്നാലല്ലേ അത് കട്ട് ചെയ്ത് പോകുള്ളൂ. നോക്കൂ, n/λ T ആയിക്കഴിഞ്ഞാൽ റെഡി ആവില്ല, T⁻⁻1 ആവണം. അപ്പോഴാണ് ടിയും കട്ട് ചെയ്തിട്ട് നമുക്ക് 2π മാത്രം കിട്ടുക. അപ്പോൾ ദിസ് ഈസ് റോങ് ആക്ച്വലി. റെഡിയാണല്ലോ? ദാറ്റ് ഈസ് n/λ. n/λയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ T⁻⁻1 ആണ് ആവേണ്ടത്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. The density of a material in the shape of a cube is determined by measuring the 3 sides of the cube and its mass. അപ്പോൾ ക്യൂബാണ്. The relative errors in measuring the mass and length. മാസിൻ്റെത് എത്രയാണ്? 1.5%. ദെൻ ലെങ്ത്തിൻ്റെത് എത്രയാണ്? അത് 1%. ദ മാക്സിമം എറർ ഇൻ ഡിറ്റർമിനിങ് ദ ഡെൻസിറ്റി ആണ് ചോദ്യം. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മക്കളെ നമുക്കറിയാം മാസ് ഡിവൈഡഡ് ബൈ വോളിയാണ്. അപ്പോൾ ഇവിടെ മാസ് ഡിവൈഡഡ് ബൈ എ ക്യൂബ് എന്ന് നമുക്ക് കിട്ടും, ശരിയല്ലേ? നൗ ഡെൽറ്റ റോ ഡിവൈഡഡ് ബൈ റോ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം ഡിവൈഡഡ് ബൈ എം പ്ലസ് 3 ഇൻറ്റു ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ. ദാറ്റ് ഈസ് എമ്മിൻ്റെ എത്രയാണ്? 1.5% പ്ലസ് 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ഈസ് 1%. അപ്പോൾ 3 + 1.5 4.5% ആയിരിക്കും ഡെൻസിറ്റിയിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന മാക്സിമം എറർ. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. യെസ്, വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ഫോഴ്സ് F സച്ച് ദാറ്റ് ബ്ലോക്ക് ഷോൺ ഇൻ ദ അറേഞ്ച്മെൻറ്റ് ഡസ് നോട്ട് മൂവ്. ഓക്കെ, അപ്പോൾ ഡയഗ്രത്തിൽ വളരെ വ്യക്തമാണ്. നോക്കൂ, ഫോഴ്സ് ഈ ഡിറക്ഷനിലാണ് ഫോഴ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫോഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? 2 കമ്പണൻ്റ് ആക്കിയിട്ട് മാറ്റാം. യെസ്, വൺ ഈസ് ദിസ്. ഓക്കെ, ഇവിടെ നോക്കൂ, ഈ ആംഗിളാണ് തീറ്റ. അപ്പോൾ ദിസ് ഈസ് 60 ഡിഗ്രി. ദാറ്റ് ഈസ് F cos 60 എന്ന് ഇവിടെ കിട്ടും. രണ്ടാമത്തെ കമ്പണൻ്റ് നോക്കൂ താഴോട്ട്, ദാറ്റ് ഈസ് F sin 60.
ഓക്കെ, ഇനി നോക്കൂ, ഈ ബ്ലോക്കിനെ മുന്നോട്ടേക്ക് നീക്കാൻ അറ്റംപ്റ്റ് ചെയ്യുന്ന ആരാ? എഫ് കോസ് 60 ആണ്. ദർഫോർ അപ്പോൾ ആ സമയത്ത് എന്തുണ്ടാവും? അവിടുന്ന് ഇങ്ങോട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. നൗ യു ക്യാൻ സേ എഫ് കോസ് 60 ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് എസ് ആണ്. ദാറ്റ് ഈസ് മ്യൂ എസ് ആർ ആണ്. ഇനി ആരാണ് ഇവിടെ ആർ? റിയാക്ഷൻ ഫോഴ്സ് ആരാണ് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. നോക്കൂ, റിയാക്ഷൻ ഫോഴ്സ് ഇവിടെ എം ജി താഴോട്ടുണ്ട്. എം ജി മാത്രമല്ല താഴോട്ടുള്ളത്, താഴോട്ട് ഒരാളും കൂടി ഉണ്ട്. ആരാണത്? യെസ്, എഫ് സൈൻ 60യും താഴോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റിയാക്ഷൻ ഫോഴ്സ് വെർട്ടിക്കൽ ഡിറക്ഷനിൽ ഇത് മൂവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ദിസ് ഈസ് ആർ ഈസ് ഈക്വൽ ടു എം ജി മാത്രമല്ല പ്ലസ് എഫ് സൈൻ 60 കൂടെ ഉണ്ടാവും. മക്കൾക്ക് മനസ്സിലായോ? ക്ലിയർ അല്ലേ പോയിന്റ്? കാരണം എം ജി നോക്കൂ താഴോട്ട്, അതുപോലെ ഇവിടെ എഫ് സൈൻ 60യും താഴോട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് ഫോഴ്സിനെ നമ്മൾ ബാലൻസ് ചെയ്തു. യെസ്, അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു, നൗ യു ക്യാൻ റൈറ്റ് ദാറ്റ് ഈസ് മ്യൂ എസ് ആർ ആരാണ്? എം ജി പ്ലസ് എഫ് സൈൻ 60 എന്ന് പറഞ്ഞാൽ എഫ് ബൈ ടു. എഫ് കോസ് 60 എന്ന് പറഞ്ഞാൽ സോറി സൈൻ 60 അല്ലേ? നോക്കൂ, സൈൻ 60 ആണ്. അപ്പോൾ സൈൻ 60 എന്ന് പറയുമ്പോൾ √3/2 എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ആരുണ്ടാവുക? ഇവിടെ എഫ് ബൈ ടു കോസ് 60 എഫ് ബൈ ടു. ഓക്കെ, എമ്മിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മ്യൂ എസ് ഇവിടെ എം ആരാണ്? √3 × 10 പ്ലസ് √3/2 എഫ് എന്നായി. മ്യൂ എസിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 1/2 √3 1/2 √3. കട്ട് ചെയ്തോ? √3 കട്ട്. ബാക്കി ആരുള്ളത്? അപ്പോൾ 10 പ്ലസ് ഹാഫ് അല്ലേ? അവിടെ 10 പ്ലസ് ഹാഫ് എഫ് ആണുള്ളത്. യെസ്, ഓക്കെ. നൗ വാട്ട് യു ക്യാൻ റൈറ്റ് ഈസ് സി ബൈ 2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് 2 LHS RHS ക്യാൻസൽ ചെയ്തു. ഇവിടെ എഫ് എന്ന് കിട്ടി. എഫ് മൈനസ് എഫ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. ദാറ്റ് ഈസ് എഫ് ബൈ 2 ഈക്വൽ ടു 10. എഫ് ഈസ് ഈക്വൽ ടു 20 ന്യൂട്ടൺ എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതിൽ ആകെയുള്ള പോയിൻ്റ് ഇത്രേ ഉള്ളൂ. ഈ ആറ് എടുക്കുന്ന സമയത്ത് പലരും എം ജി മാത്രം എടുത്തു കഴിഞ്ഞാൽ അബദ്ധമാവും. കാരണം ഇയാളെപ്പറ്റി പലരും മറക്കും. ആ പോയിൻ്റ് മാത്രമേ ഉള്ളൂ, വേറെ കൺഫ്യൂഷൻസ് ഒന്നും അതിലില്ല. അടുത്തതിലേക്ക് പോവാം. മാച്ച് ദ ഫോളോയിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയുന്ന ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആൻസർ കിട്ടേണ്ടതാണ്. ഇപ്പോൾ ടോർക്ക് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ യൂണിറ്റ് അല്ലേ? അപ്പോൾ എനർജിയുടെ യൂണിറ്റ് ഡയമെൻഷനാണ് mL² T⁻². അപ്പോൾ ടോർക്ക് mL² T⁻². 4. അപ്പോൾ എക്ക് 4 നോക്കൂ, ഇത് ഇവിടെ ഓക്കെയാണ്. അപ്പോൾ ബി അല്ല, സി അല്ല, ഇവിടെ ഓക്കെയാണ്. അപ്പോൾ ഒന്നും കൂടെ ചെക്ക് ചെയ്യണം. ഓക്കെ, ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് എടുക്കുക. മാഗ്നറ്റിക് ഫീൽഡ് എഫ് ഈസ് ഈക്വൽ ടു QVB. അപ്പോൾ ബി ഈസ് ഈക്വൽ എഫിൻ്റെ എന്താണ്? എഫിൻ്റെത് mL T⁻² ഡിവൈഡഡ് ബൈ ക്യൂവിൻ്റെത് AT ഇൻറ്റു വെലോസിറ്റി LT⁻⁻1. അപ്പോൾ ടി കട്ട്, L കട്ട്. അപ്പോൾ എന്താ കിട്ടുക? mA⁻⁻1 T⁻². mA⁻⁻1 T⁻². യെസ്, 3 അല്ലേ? A⁻⁻1 T⁻². യെസ്, ബിക്ക് 3. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ദ ഡയമീറ്റർ ഓഫ് എ സിലിണ്ടർ ഈസ് മെഷേർഡ് യൂസിങ് എ വെർനിയർ കാലിപ്പേഴ്സ് വിത്ത് നോ സീറോ എറർ. It is found that the zero of the vernier scale lies between 5.10 cm and 5.15 cm of the main scale. ഓക്കെ, അതിൽ നിന്ന് മക്കൾ എന്ത് മനസ്സിലാക്കുക? കാരണം വെർനിയറിൻ്റെ സീറോ കിടക്കുന്നത് 5.10 സെൻറ്റിമീറ്ററിന് 5.15 സെൻറ്റിമീറ്ററിന് മെയിൻ സ്കെയിൽ ആ റീഡിങ്ങിലാണെന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ എടുക്കേണ്ട MSRൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. MSR എന്ന് പറഞ്ഞത് കൃത്യമായിട്ടുള്ളതാണല്ലോ എടുക്കേണ്ടത്. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണെന്ന് പറഞ്ഞാൽ 5.1ൻ്റെയും 5.15ൻ്റെയും ഇടയിൽ. അപ്പോൾ ഉറപ്പുള്ളത് ഏതാ? 5.1. അപ്പോൾ MSR അതാണ് നമ്മൾ എടുക്കുന്നത്, 5.1 സെൻറ്റിമീറ്റർ എന്നെടുക്കാം. പിന്നെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? ദ വെർനിയർ സ്കെയിൽ ഹാസ് 50 divisions equivalent to 2.45 centimeter.
ആകെ 50 ഡിവിഷൻസ് ഉണ്ട്. ആ 50 ഡിവിഷനും കൂടെ ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത് എത്രയാണ്? 2.45 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 24th ഡിവിഷൻ ഓഫ് ദ വെർനിയർ സ്കെയിൽ എക്സാക്ട്ലി കോയിൻസൈഡ്സ് വിത്ത് വൺ ഓഫ് ദ മെയിൻ സ്കെയിൽ എന്ന് വെച്ചാൽ VSR കിട്ടി. VSR എന്ന് പറഞ്ഞത് 24 ആണ്. 24. ഓക്കെ, ഇനി നമുക്ക് വേണ്ട ലീസ്റ്റ് കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നോക്കൂ, എൽ സി നമുക്ക് എങ്ങനെ എടുക്കാം? 1 MSD മൈനസ് 1 VSD അറിയാലോ. 1 MSD മൈനസ് 1 VSD. 1 MSD എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നമുക്ക് നോക്കൂ, 5.10 സെൻറ്റിമീറ്റർ കഴിഞ്ഞാൽ അടുത്ത എത്ര? 5.15 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ ഒരു MSD എന്ന് പറഞ്ഞാൽ എത്ര? 1 MSD എന്ന് പറഞ്ഞാൽ 5.15 മൈനസ് 5.1 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ 0.05 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അത് മനസ്സിലായോ? കാരണം അടുത്തടുത്തുള്ള 2 ഡിവിഷനുകൾക്കിടയിലെ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ 1 ഡിവിഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇവർക്ക് 2 പേർക്കുള്ള ഇടയിലുള്ള സെപ്പറേഷനാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ അത് ഓക്കെയാണ്, നോ പ്രോബ്ലം. സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി മൈനസ് 1 VSD എന്ന് കിട്ടണം. അപ്പോൾ 1 VSD എത്രയെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ലെറ്റ് മി ചേഞ്ച് ദ കളർ. 1 VSD ഈക്വൽ ടു ആകെ 2.45 സെൻറ്റിമീറ്ററിൽ 50 ഡിവിഷൻസ് ഉണ്ട്. 50. യെസ്, 50 ഡിവിഷൻസ്. ഓക്കെ, അപ്പോൾ 50 ഡിവിഷൻസ് റെഡി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, 10നും കൂടി മേലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഞാൻ അതിനെ എഴുതാം കേട്ടോ. 245 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 10⁻³ പ്ലേസ് അല്ലേ, 10⁻³ സെൻറ്റിമീറ്റർ ആണല്ലോ. യെസ്, അപ്പോൾ 24ൽ 4, പിന്നെ 45ൽ 9. അപ്പോൾ 1 ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ഡിവിഷൻ 1 2.45 സെൻറ്റിമീറ്റർ അല്ലേ പറഞ്ഞത്? ഇൻറ്റു 10⁻³ സെൻറ്റിമീറ്റർ. ഓക്കെ, യെസ്, അത് ഞാൻ നോക്കുക ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അത് ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? യെസ്, അപ്പോൾ ദാറ്റ് ഈസ് 1 VSD എന്ന് പറഞ്ഞാൽ 49 ഇൻറ്റു 10⁻³ ദാറ്റ് ഈസ് ഈക്വൽ ടു അത്രയും സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെ ആക്കി കഴിഞ്ഞാൽ 50. അപ്പോൾ 50 സെൻറ്റിമീറ്റർ, സെൻറ്റിമീറ്റർ അല്ല 50. നോക്കൂ, 50 ഇൻറ്റു 10⁻³ മൈനസ് 49 ഇൻറ്റു 10⁻³ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 10⁻³ എന്ന് വെച്ചാൽ 10⁻³ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 10⁻³ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ഇടാം? 10⁻³ സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 0.001 റെഡിയാണല്ലോ, അത്രയും സെൻറ്റിമീറ്റർ. യെസ്, അപ്പോൾ ലീസ്റ്റ് കൗണ്ട് കിട്ടി. ഓക്കെ, ഇനി ഒന്നുമില്ല, ഇനി നമുക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാം. ചേഞ്ച് ദ കളർ. ഓക്കെ, നൗ ഡയമീറ്റർ. മക്കളെ, ഡയമീറ്റർ ഈസ് ഈക്വൽ ടു MSR. എന്തായിരുന്നു നമ്മൾ ഇക്വേഷൻ? എന്താ? MSR പ്ലസ് VSR ഇൻറ്റു LC. യെസ്, MSR എത്ര? 5.10 സെൻറ്റിമീറ്റർ പ്ലസ് VSR 24 ഇൻറ്റു 0.001. യെസ്, ദർഫോർ 5.10 പ്ലസ് ഇവിടെ എത്ര കിട്ടും? 0.024. Therefore, the final answer is 5.124 centimeter. അങ്ങനെ ആൻസർ ഉണ്ടോ? യെസ്, ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. 5.124 സെൻറ്റിമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. എ സൈക്ലിസ്റ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ പോയിന്റ് P of a circular ground of radius 2 km and travels along the circumference to the point S. This is S. The displacement of the cyclist. Simple question. നോക്കൂ, ഇനീഷ്യൽ പോയിന്റ് P, ഫൈനൽ S. ഇതാ, അപ്പോൾ ഇങ്ങനെയല്ലേ വരിക? ഇതെത്രയാണ്? റേഡിയസ് ക്വസ്റ്റ്യനിൽ തന്നത്. അപ്പോൾ ഇത് 2, ഇത് 2. അപ്പോൾ ഇത് എത്ര ഉണ്ടാവുക? ഇത് 2√2 കിലോമീറ്റർ. അങ്ങനെ ആൻസർ ഉണ്ടോ? യെസ്, √8 എന്ന് പറഞ്ഞാൽ അതല്ലേ? √8 എന്ന് പറഞ്ഞാൽ എന്താണ്?
2 × 4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2√2. യെസ്, ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്തതിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 7. ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കൂ. ദ വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. ദ ആക്സിലറേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് ഓഫ് ദ സെയിം പാർട്ടിക്കിൾ ഈസ് റെപ്രസെൻറ്റഡ് ബൈ. അപ്പോൾ ഇവിടെ വി എക്സ് ഗ്രാഫാണ് ഇത്. ദിസ് ഈസ് നോട്ട് എക്സ് നോട്ട് ബട്ട് എക്സ്. ഓക്കെ, വി എക്സ് ഗ്രാഫ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എന്നിട്ട് നമ്മളോട് വി എക്സ് ഗ്രാഫ് തന്നിട്ട് ആക്സിലറേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് കണ്ടെത്താനാണ് പറഞ്ഞത്. അപ്പോൾ തന്നിരിക്കുന്ന ഗ്രാഫിൻ്റെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിനെ പ്രോസസ്സ് ചെയ്താൽ കിട്ടേണ്ടതാണ്. നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കൂ, വൈ ഇൻ്റർസെപ്റ്റ് ആരാണ്? വി നോട്ടാണ്. അപ്പോൾ ഞാൻ അതിനെ എഴുതാണ് കേട്ടോ. ഗിവൺ ദാറ്റ്, അപ്പോൾ വൈ ആക്സിസിൽ നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ y is equal to mx plus c. y is equal to mx plus c. അപ്പോൾ y ആരാ? v. ദാറ്റ് ഈസ് ഈക്വൽ ടു m എന്താണ്? സ്ലോപ്പ്. സ്ലോപ്പ് എന്താടാ? ദിസ് ബൈ ദിസ്. അപ്പോൾ എങ്ങനെ കൊടുക്കാം? v0 ഡിവൈഡഡ് ബൈ x0 ഇൻറ്റു എക്സ്. y ഇൻ്റർസെപ്റ്റ് v0. യെസ്, അപ്പോൾ ഇതാണ് ഇക്വേഷൻ. v is equal to m മനസ്സിലായി, c മനസ്സിലായി, ഒക്കെ സെറ്റാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിൽ നിന്ന് നമ്മൾ ആക്സിലറേഷൻ കണ്ടെത്തണം. കാരണം എ ടി ഗ്രാഫ് അല്ല, എ എക്സ് ഗ്രാഫാണ് വേണ്ടത്. എ എക്സ് ഗ്രാഫ്. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം. മക്കളെ, എ എന്ന് പറഞ്ഞാൽ ഡി വി ബൈ ഡി ടി ആണ്. പക്ഷേ ഇവിടെ നമുക്ക് എക്സിറ്റ കണക്ഷൻ. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ ഉണ്ട്? വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. യെസ്, എ ഈസ് ഈക്വൽ ടു വി ആസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ആണെങ്കിൽ നമുക്ക് ആക്സലറേഷൻ കിട്ടൽ എങ്ങനെ? വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടേണ്ടതാണ്. അതിൽ നോക്കൂ, ഇതിൽ വി ഇവിടെ ക്വസ്റ്റ്യനിൽ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വി. പിന്നെ ആ വീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ നമുക്ക് ആക്സലറേഷൻ കിട്ടും. ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവേണ്ടതാണ്. ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം വീനെ എഴുതാം കേട്ടോ. നോക്കൂ, ഈ വീനെ ഞാൻ ഇവിടെ എഴുതാണ്. അപ്പോൾ വി ആരാണ്? ക്യാപിറ്റൽ വി നോട്ട് ബൈ എക്സ് നോട്ട് ഇൻറ്റു എക്സ് പ്ലസ് വി നോട്ട്. ഇത്രയും ആരാണ്? വി ആണ്. അപ്പോൾ വി ആയി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവാം. ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിനെ ഞാൻ ബ്രാക്കറ്റിലിട്ടു. ഓക്കെ, ഇൻറ്റു ഡിഫറൻഷ്യേറ്റ് ചെയ്യണേ. അതിന് വേറെ കളർ എടുക്കാം. യെസ്, അതായത് ഇവിടെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആണ്. ആദ്യത്തെ ടേം എന്താ കിട്ടുക? വി നോട്ട് ബൈ എക്സ് നോട്ട്. ശരിയല്ലേ? വി നോട്ട് ബൈ എക്സ് നോട്ട് അത്രയല്ലേ ഉള്ളൂ. യെസ്, പ്ലസ് 0. കാരണം വി നോട്ട് കോൺസ്റ്റൻറ്റ്. അപ്പോൾ പ്ലസ് 0 എന്ന് കിട്ടും. പ്ലസ് 0. ശരിയല്ലേ? ലെറ്റ് മീ ചെക്ക്. എക്സ് വൈ നോട്ട് ഡിവൈഡഡ് ബൈ ഓക്കെ വി ഇൻറ്റു. ഓക്കെ, റെഡി. കുഴപ്പമില്ല. ഒരു കുഴപ്പമുണ്ട്. ഒരു മിസ്റ്റേക്ക് നമ്മൾ ചെയ്തല്ലോ. എന്താ മിസ്റ്റേക്ക് എന്നറിയോ? ഇവിടെ y ഈക്വൽ ടു mx പ്ലസ് സി. നോക്കൂ, ഇതിന് നെഗറ്റീവ് സ്ലോപ്പാണ്. സ്ലോപ്പ് ഈസ് നെഗറ്റീവ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു മൈനസ് കൊടുക്കണം. നെഗറ്റീവ് സ്ലോപ്പാണ്. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. മൈനസ്. ഓക്കെ, അപ്പോൾ ആ മൈനസ് ഇടാൻ നമ്മൾ വിടരുത്. ഇവിടെയും ആ മൈനസ് ഉണ്ടാവും. ആ മൈനസ് അവിടെയും ഉണ്ട്. റെഡിയാണല്ലോ? യെസ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ വി നോട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് നോട്ട് സ്ക്വയർ ഇൻറ്റു എക്സ്. മൈനസ് ഇൻറ്റു മൈനസ് മൈനസ് വി നോട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് നോട്ട്. ഞാൻ ബ്രാക്കറ്റ് ഒഴിവാക്കി. 2 ടേമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. വേറും ചെയ്തില്ല. ഓക്കെ, നമ്മുടെ ആൻസർ ആയിട്ടുണ്ടാവണം. നോക്ക്, വൈ ആക്സിസിൽ ആക്സിലറേഷൻ, എക്സ് ആക്സിസിൽ എക്സും. അപ്പോൾ അത് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് മനസ്സിലായി. പക്ഷെ നമുക്ക് തന്ന ഗ്രാഫൊക്കെ സ്ട്രെയിറ്റ് ലൈൻ ആണ്. 2 ഇവിടെ സ്ലോപ്പ് പോസിറ്റീവ് ആണ്. സ്ലോപ്പ് പോസിറ്റീവ്.
സ്ലോപ്പ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇയാളല്ല, സ്ലോപ്പ് ഉണ്ട്, അത് പോസിറ്റീവ്. ഇതാ ഇവിടെയാണ് പോസിറ്റീവ് സ്ലോപ്പ് ഉള്ളൂ. അപ്പോൾ തന്നെ ആൻസറായി ഓപ്ഷൻ എ. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. വേറെ ഓപ്ഷനൊന്നും റെഡി ആവണില്ല, കാരണം ഇത് സ്ട്രെയിറ്റ് ലൈനാണ്. മീൻസ് ഇവിടെ സ്ലോപ്പ് 0 ആണ്, പക്ഷേ ഇവിടെ സ്ലോപ്പ് ഉണ്ട്, പോസിറ്റീവ് സ്ലോപ്പാണ്. പോസിറ്റീവ് സ്ലോപ്പോടെ ഒരു ഗ്രാഫിനേ ഉള്ളൂ. മനസ്സിലായോ? മാത്രമല്ല വൈ ഇൻ്റർസെപ്റ്റ് ഇവിടെ നെഗറ്റീവാണ്, നമുക്ക് നെഗറ്റീവ് വൈ ഇൻ്റർസെപ്റ്റ് ആണ്, ഇവിടെ വൈ ഇൻ്റർസെപ്റ്റ് പോസിറ്റീവാണ്. Therefore option A is the right answer. Option A is correct. മക്കളെ ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 8. An object moving with a speed of 6.25 meter per second is decelerated at a rate given by ഇത്ര, where v is instantaneous speed. The time taken by the object to come to rest would be നോക്കൂ, ഡി വി ബൈ ഡി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു -2.5 റൂട്ട് വി -2.5 റൂട്ട് വി ഓർ ഡി വി. ഓക്കെ, അവിടെ നമ്മളോട് ടൈം ടേക്കൺ ബൈ ദ ഒബ്ജക്റ്റ് ടു കം ടു റെസ്റ്റ് എന്നാണ് അല്ലേ? യെസ്. അപ്പോൾ വെലോസിറ്റി 0 ആക്കണം. അപ്പോൾ നമ്മൾ വീനൊക്കെ ഒരു ഭാഗത്തേക്ക് ആക്കുക. അപ്പോൾ 1/റൂട്ട് വി ഡി വി ഈക്വൽ ടു -2.5 ഡി ടി. ഇൻ്റഗ്രേറ്റ് ചെയ്തോളൂ, ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ 0 to t. ഇവിടെയോ, ഇവിടെ v to 0 കം ടു റെസ്റ്റ്. ഇനീഷ്യൽ വെലോസിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, പിന്നെ റെസ്റ്റിലേക്ക് എത്തണം. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ v raised to -12 അല്ലേ? അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ v raised to -12 + 1 ഡിവൈഡഡ് ബൈ -12 + 1 എത്ര? ഹാഫ്. ലിമിറ്റ് v to 0 that is equal to -2.5 into t into t, 0 to capital T. റെഡി? ഓക്കെ. അപ്പോൾ നമുക്ക് v raised to ഹാഫ്, ദാറ്റ് മീൻസ് റൂട്ട് വി. 2 എവിടെ പോയി? 2 മുകളിൽ പോയി, into 2 യെസ്. ലിമിറ്റ് v to 0 into 2 that is equal to -2.5 t. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ദാറ്റ് ഈസ് 2.5 എന്ന് പറഞ്ഞാൽ 5/2. അപ്പോൾ ഇയാളും കൂടെ അപ്പുറത്ത് പോയാൽ -5/4 t ആയി. ദെൻ ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 - റൂട്ട് വി. അപ്പോൾ നമുക്ക് മൈനസ് കട്ട് ചെയ്യാം. മൈനസ് കട്ട് ചെയ്തു. ബാക്കി നമുക്ക് എന്താ ഉള്ളത്? നൗ നമുക്ക് വി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. യെസ്. ദെർഫോർ ടി ഈസ് ഈക്വൽ ടു 4/5 റൂട്ട് ഓഫ് 6.25. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/5 ഇൻറ്റു 2.5. 2.5ൻ്റെ സ്ക്വയർ അല്ലേ? യെസ്, 2.5. യെസ്, 2 ഡെസിമൽ പ്ലേസ്. റെഡിയാണ്? കഴിഞ്ഞല്ലോ. അപ്പോൾ 4/5 ഇൻറ്റു 5/2. 5 കട്ട് ചെയ്യുന്നു. 2 seconds ഈസ് ദ ഫൈനൽ ആൻസർ. ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയോടാ? യെസ്. അടുത്തതിലേക്ക് പോവാം. എ ബോഡി ട്രാവൽസ് 102.5 meter in nth second and 115 meter in n+2th second. The acceleration is. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ nth സെക്കൻഡ് ഇക്വേഷൻ കൊടുക്കാം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ nth സെക്കൻഡ് SN ഈസ് ഈക്വൽ ടു u + ½ a ഇൻറ്റു 2n - 1. എക്സാക്ട്ലി ഇതാണ് ക്വസ്റ്റ്യനിൽ 102.5 എന്ന് തന്നിട്ടുള്ളത്. ഇക്വേഷൻ നമ്പർ 1. സെക്കൻഡ് ഡിസ്റ്റൻസ് കവേർഡ് ഇൻ n+2th സെക്കൻഡ് ആണ്. ദാറ്റ് ഈസ് u പ്ലസ് മീൻസ് n+2 ഓക്കെ ½ a ഇൻറ്റു 2 ഇൻറ്റു n ഉള്ളിടത്ത് n+2 -1. ദാറ്റ് ഈസ് ഈക്വൽ ടു 115. യെസ്, ദാറ്റ് ഈസ് u + ½ a 2n + 4 - 1 ഈക്വൽ ടു 115. ഒന്നും കൂടെ u + ½ a ഇൻറ്റു 2n + 3 that is equal to 115. Equation number 2.
നോക്കൂ, ഇതിനെ തമ്മിൽ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ യു കട്ടായി പോവല്ലോ. ഓക്കെ, നോക്കാം. ദാറ്റ് ഈസ് ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ഇംപ്ലൈസ് യു പോയി. ഇവിടെ ഹാഫ് എനെ ഞാൻ കോമൺ ആയിട്ട് എടുത്തു. ഇവിടെ 2n + 3 ഇവിടെ ഉണ്ട്, മൈനസ് അവിടെ ആരാളുള്ളത് 2n - 1 ആണ്. ആ -1 എന്താവും, +1 ആവും. യെസ്, 2n കട്ട്, 3 + 1 4. അപ്പോൾ ഈക്വൽ ടു എത്ര ഇവിടെ നോക്കണം, 115 - 102. അപ്പോൾ എത്ര, 12.5. ഈ 2 നമ്മൾ അപ്പോൾ 4. ഓക്കെ. ദാറ്റ് മീൻസ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാരുള്ളത് 3 + 1 4. 4/2 എത്ര, 2. അപ്പോൾ 2a = അപ്പോൾ therefore 2a = 12.5. a is equal to ആണ് ചോദ്യം. 12.5 ഡിവൈഡഡ് ബൈ 2 that is equal to 6.25 meter/second². Yeah, option C is correct. Option C is the right answer. Option C. യെസ്, അതിലൊന്നുമില്ലല്ലോ, വളരെ ഡയറക്റ്റായിട്ട് നമുക്ക് ആ ഇക്വേഷൻ നേരിട്ട് എഴുതി കഴിഞ്ഞാൽ തന്നെ കിട്ടുന്ന ക്വസ്റ്റ്യനാണ്. അടുത്തതിലേക്ക് പോവാം. എ ബോൾ ഈസ് റിലീസ്ഡ് ഫ്രം എ ഹൈറ്റ് ടച്ച് if T1 and T2 be the time required to complete first half and second half of the distance respectively, then choose the correct relation between T1 and T2. ഇത് വളരെ നമ്മൾ രണ്ട് റേഷ്യോസ് നമുക്ക് ബൈഹാർട്ടല്ലേ. ഒന്ന് ഗലീലിയോസ് ലോ ഓഫ് ഓഡ് നമ്പേഴ്സ്. അതായത് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് മൂവിങ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ ഡിസ്റ്റൻസ് കവേർഡ് ഡ്യൂറിങ് the first 1 second, 2 seconds, 3 seconds are in the ratio 1:3:5 etc. ഇത് നമ്മൾ ഗലീലിയോസ് ലോ ഓഫ് ഓഡ് നമ്പേഴ്സ്. ഇതല്ല ഇവിടെ അപ്പോൾ ഇതെന്താ സാധനം, തുല്യ സമയത്ത് കവർ ചെയ്യുന്ന, ഇതെന്താണ്, ഇത് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് മൂവിങ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ, ആദ്യ 1 സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, സെക്കൻഡ് സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, തേർഡ് സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, അതിൻ്റെ റേഷ്യോ ആണത്. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെയൊക്കെ ടൈം ഇതെത്ര 1 സെക്കൻഡ്, ഇതെത്ര 1 സെക്കൻഡ്, ഓരോ 1 സെക്കൻഡിലും ട്രാവൽ ചെയ്യുന്നത് മൂന്നാമത്തെ 1 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണിത്. നാലാമത്തെ 1 സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, ആ രൂപത്തിലാണ് ആ റേഷ്യോ എഴുതിയത്. ഇനി നോക്കൂ, അവിടെ ടൈമാണ് ഈക്വലാക്കി. ഇനി ഈക്വൽ ഡിസ്റ്റൻസസ് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈമിൻ്റെ റേഷ്യോ അതും നമ്മൾ പഠിച്ചതാണ്. ഓർമ്മയില്ലേ, 1:2 √2 - 1 √3 - √2 ഓർക്കുന്നില്ലേ, √4 - √3 etc. യെസ്, അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചത് എന്താണ്, T1/T2 that is 1 divided by √2 - 1 or √2 - 1 T1 = T2. ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി. യെസ്, അടുത്തതിലേക്ക് പോവാം. ദ ഇനീഷ്യൽ സ്പീഡ് ഓഫ് എ ബുള്ളറ്റ് ഫയർഡ് ഫ്രം എ റൈഫിൾ എത്രയാണ്, 630 m/s. The rifle is fired at the center of a target 700 meter away at the same level as the target. Okay. How far above the center of the target the rifle must be aimed in order to hit the target? Okay. എന്താ സംഭവം? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാണ് ആ ലൈൻ എന്ന് വിചാരിക്കുക. യെസ്, ഇവിടുന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോണത്. ഇവിടെയാണ് നമ്മുടെ ടാർഗറ്റ് ഉള്ളത്. അപ്പോൾ സപ്പോസ് നമ്മൾ നേരെ ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്തതെന്ന് വിചാരിക്കുക. ഇനീഷ്യൽ വെലോസിറ്റി ഇങ്ങനെയാണ് കൊടുത്തതെങ്കിൽ എന്താ സംഭവിക്കുക, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പരാബോളിക് ട്രാജക്ടറി അല്ലേ. അപ്പോൾ നോക്കൂ, ഇത് ഏകദേശം നോക്കുക ഇങ്ങനെ വന്നിട്ട്, കാരണം ആ പരാബോളിക് പാത്ത് ഈ രൂപത്തിലാണ് വരിക. എന്ന് വെച്ചാൽ ഇതിലൂടെ ആയിരിക്കും ഇത് ഏകദേശം പോവുക. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഏകദേശം ഇത്ര ഡിസ്റ്റൻസ് കണ്ടാ താഴ്ച കൂടെ പോകുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അത്രയും ഹൈറ്റ് മുകളിലേക്ക് വേണം ഇത് എയിം ചെയ്യാൻ. അപ്പോഴേ ഇവിടെ എത്തുള്ളൂ, ഈ പോയിന്റിലേക്ക് എത്തുക. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഇവിടേക്ക് വേണം നമ്മളപ്പോൾ ടാർഗറ്റ് ചെയ്യാൻ.
അപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് ടാർഗറ്റ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ എവിടെ എത്തുള്ളൂ, ഈ പോയിന്റിലേക്ക് എത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് നമ്മളോട് ചോദിച്ചത് എത്ര ഹൈറ്റിലേക്കാണ് ടാർഗറ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ പറയുക, നമ്മൾ തൽക്കാലം ഇങ്ങനെയാണ് പോകുന്നതെന്ന് വിചാരിക്കുക. നേരെയാണ് നമ്മൾ വിട്ടത്, അപ്പോൾ അതിങ്ങനെ പോയി. അങ്ങനെയാണെങ്കിൽ ഈ വേർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് കവർ ചെയ്യാനെടുക്കുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, അതായത് ഇവിടുന്ന് ഇവിടെ എത്താൻ 700 മീറ്റേഴ്സ് അല്ലേ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് എത്താൻ എടുക്കുന്ന ടൈം എത്ര നോക്കുക. ഇങ്ങോട്ട് എത്തുക എന്ന് പറഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം, ആ ടൈം ഞാൻ ആദ്യം കണ്ടെത്തുക. കാരണം ആ സമയം കൊണ്ടാണ് ഇതിന് ഈ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായത്. അപ്പോൾ ആ സമയം കൊണ്ടുണ്ടാകുന്ന വേർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടെത്തുക. ഓക്കെ, ആ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആൻസറായി. കാരണം ആ ഡിസ്റ്റൻസ് ഹൈറ്റിലേക്ക് കൊടുത്താൽ മതി. ഒന്നുകൂടെ പറയാം. നോക്കൂ, ഞാനിതിനെ നേരെ ഷൂട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ അത് ഈ രൂപത്തിലാണ് പോവുക. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞത് 700 മീറ്ററാണ്. അപ്പോൾ ആക്ച്വലി ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റാണ് ഇത്ര. അത് കവർ ചെയ്യാനെടുക്കുന്ന ടൈം കണ്ടെത്തുക. ആ സമയം കൊണ്ട് ഒരു ഫ്രീലി ഫാളിംഗ് ബോഡി വേർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര അക്വയർ ചെയ്യുമെന്ന് ചെക്ക് ചെയ്താൽ നമ്മുടെ ആൻസറായി. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പോൾ ഹൊറിസോണ്ടൽ മോഷൻ എടുക്കാം. ഞാൻ ആദ്യം ഹൊറിസോണ്ടൽ മോഷൻ എടുത്താൽ SX = UXT പ്ലസ് ഹാഫ് AX. അത് AX 0 ആണ്, അപ്പോൾ അത് പോയി. AX 0 കാരണം ഹൊറിസോണ്ടലാണ്. അപ്പോൾ ദിസ് ഈസ് 700, ദാറ്റ് ഈസ് ഈക്വൽ ടു 630 T. ഒരു 0 കട്ട് ചെയ്തു. അപ്പോൾ ദാറ്റ് ഈസ് T is equal to 70/63. രണ്ടിലും 7 പോലെ 70ൽ 10, ഇവിടെ 9, 10/9 കിട്ടി. അവിടെ കട്ടെ ടൈം. ഇനി ആ 10/9 സെക്കൻഡ്സിൽ കവർ ചെയ്യുന്ന വേർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ്, വേർട്ടിക്കൽ എടുക്കുക. അപ്പോൾ SY = UYT plus half AYT². That is UY 0. ഇനീഷ്യൽ വെലോസിറ്റി ഹൊറിസോണ്ടലാണ് കൊടുത്ത്, അപ്പോൾ 0 പ്ലസ് ഹാഫ് ഇൻറ്റു AY. AY ഈസ് 9.8. അതിന് 10 എടുത്താലും കുഴപ്പമില്ല, 10 എടുക്കാം കേട്ടോ. ഇങ്ങോട്ട് നമുക്ക് ആൻസർ തമ്മിൽ അത്യാവശ്യം വ്യത്യാസം ഉണ്ടല്ലോ. ഇൻറ്റു T². 1000 divided by 81. That is equal to 9. Okay, anyway, that is 5 into 100ൽ 81 എത്ര ഉണ്ട്? 1 അല്ലേ? 1 point. ബാക്കി എന്തിട്ട് 19. 19. 190ൽ എത്ര ഉണ്ട്? 2. ഓക്കെ, 2 point something. റെഡി. അപ്പോൾ ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടുക? ഈക്വൽ ടു 2 10 0 ബാക്കി 1 5 1 6 6 point something. 6 point something. The answer is option C is the right answer. Option C is the right answer. മനസ്സിലായോ? വേറെ ഓപ്ഷൻ ഇല്ല, കാരണം 6 point something. ഓക്കെ, റെഡി. അപ്പോൾ 6.16 അപ്രോക്സിമേറ്റ് ആണ് നമ്മൾ എടുത്തത്. യെസ്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The angle between vector A and A minus B is angle between vector A and A minus B. നോക്കൂ, this is vector A, this is vector B. അപ്പോൾ A minus B minus B ഇങ്ങോട്ട് വരച്ചു. this is A minus B. ഓക്കെ, റെഡി. this is A minus B. vector A minus vector B, A minus B. എനിക്ക് വേണ്ടത് അവർക്കിടയിലുള്ള ബീറ്റ എത്ര എന്നാണ് വേണ്ടത്, ബീറ്റ. അപ്പോൾ അതിനൊരു കാര്യം ചെയ്യാം. നോക്കൂ, ഇവിടുന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരയ്ക്കുക. ഞാനൊരു പെർപെൻഡിക്കുലർ വരച്ചു, ഡോട്ടർ ലൈനിൽ വരക്കുന്നു, പെർപെൻഡിക്കുലർ.
ദാറ്റ് ഈസ് 90 ഡിഗ്രി 90 ഡിഗ്രി. നോക്കൂ, ഇത് മൈനസ് വെക്റ്റർ ബി മാത്രമല്ല ദിസ് ആംഗിൾ ഈസ് 60 ഡിഗ്രി. ഇത് 60 ഡിഗ്രി നമുക്കറിയാം, 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇത്രയും ലെങ്ത്ത് നോക്കുക, ഇത്ര ലെങ്ത്ത് വേറെ കളർ കൊടുക്കാം. ഈ ലെങ്ത്ത് ദിസ് ലെങ്ത്ത് നോക്ക് ഈ ലെങ്ത്ത്. ആ ഗ്രീൻ കളറിൽ ഞാൻ മാർക്ക് ചെയ്തത് ഈ വെക്റ്ററിൻ്റെ കമ്പോണൻ്റ് അല്ലേ, മനസ്സിലായോ? ഇതിൻ്റെ കമ്പോണൻ്റാണ്. അപ്പോൾ ഇതിനെനിക്ക് എന്ത് എഴുതാം? ഇത് ബി കോസ് 60 മാഗ്നിറ്റ്യൂഡ്, മനസ്സിലാവണ്ട? ഇത് ബി കോസ് 60, കാരണം ഈ വെക്റ്ററിൻ്റെ ഒരു കഷ്ണമാണിത് മാഗ്നിറ്റ്യൂഡ്, മനസ്സിലായോ? അതുപോലെ തന്നെ നോക്കൂ, അതിൻ്റെ രണ്ടാമത്തെ കഷ്ണം ഇതാരാ? ഇത് ബി സൈൻ 60 മാഗ്നിറ്റ്യൂഡ്, അതാണ് ഇത് ബി സൈൻ 60, കാരണം ഇതും ഈക്വലാണ്. Therefore this yellow one, that is b sin 60, b sin 60 മതിയല്ലോ. ഇനി നോക്കൂ, നമുക്ക് ബീറ്റ കാണാൻ ഭയങ്കര എളുപ്പമായി. ടാൻ ബീറ്റ കണ്ടോക്ക്, ടാൻ ബീറ്റ. കാരണം ഒക്കെ ഞാൻ അങ്ങനെ ചെയ്യാൻ കാരണം എന്താ? ഫുള്ള് ടാനിലാണ് ആൻസേഴ്സ് ഉള്ളത്. അപ്പോൾ ടാൻ ബീറ്റ ഈസ് ഈക്വൽ, നോക്കൂ ടാൻ ബീറ്റ ഓപ്പോസിറ്റ് സൈഡ് ദിസ് വൺ, ഇതാരാ? ഇത് ബി സൈൻ 60, ബി സൈൻ 60 ഹോൾ ഡിവൈഡഡ് ബൈ ടാൻ ബീറ്റ. ഓക്കെ, ദിസ് വൺ ഇതല്ലേ വേണ്ടത്? ഇത് മൊത്തം ആരാണ്? എ ആണ്. അപ്പോൾ ആ എയിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? നോക്കൂതാ, ദിസ് വൺ ഇതാരാണ്? ഇത് എ മൈനസ് എ കോസ് 60 ആണ്. എ മൈനസ് എ കോസ് 60, മനസ്സിലായോ? ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു b sin 60. sin 60 is root 3 by 2. root 3b divided by 2 whole divided by a minus cos 60 a by 2. That is equal to root 3b divided by 2 into a minus a by 2. a by 2 ആണ്, അപ്പോൾ അത് 2 by a. അങ്ങനെ ഉണ്ടാ? ഓ, എനിക്ക് തെറ്റി. ഇത് എ അല്ലല്ലോ, ഇത് ബി അല്ലേ? ഇത് ബി ആണ്. വൺ സെക്കൻഡ്. യെസ്, ദിസ് ഈസ് നോട്ട് എ. കാരണം ഇത് ഈ ബിയുടെ കമ്പോണൻ്റ് അല്ലേ? ഇത് ബിയുടെ കമ്പോണൻ്റ് ആണ്. ദിസ് ഈസ് നോട്ട് എ. യെസ്, അത് ബി ആണ്. ഐ എം സോറി, ദിസ് ഈസ് ബി. അപ്പോൾ ബി ബൈ 2 എന്നാണ്, b by 2, that is root 3b by 2 whole divided by 2a minus b whole divided by 2. അതിനെ മേലെ കൊണ്ടുപോയി. ഓക്കെ, that is equal to root 3b divided by 2a minus b. ഇങ്ങനെ ഉണ്ടോ ആൻസർ? root 3b 2a. യെസ്. അപ്പോൾ ബീറ്റ ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? beta is equal to tan inverse root 3b divided by 2a minus b. Yes, option B is correct. Option B, bots alle? Yes, option B is correct. അടുത്ത question. Two cars are traveling towards each other at a speed 20 meter per second each. When the cars are 300 meter apart, both the drivers, അപ്പോൾ ഓപ്പോസിറ്റിലെ വരുന്നത്, ഡ്രൈവേഴ്സ് അപ്ലൈ ബ്രേക്സ് ആൻഡ് കാർ റിട്ടാർഡ് അറ്റ് ദ റേറ്റ് 2 meter per second square. The distance between them when they come to rest. ഓക്കെ, എന്ന് വെച്ചാൽ എ നോക്കൂ ഇവിടുന്ന് അങ്ങോട്ട്, ബി നോക്കൂ ഇവിടുന്ന് ഇങ്ങോട്ട്. ഇനീഷ്യലി അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 300 meter. എന്നിട്ട് രണ്ടും നോക്കൂ ഇങ്ങനെ റിട്ടാർഡ് ചെയ്ത് വന്ന് പിന്നെ എവിടെത്തി? ബി ഇവിടെത്തി. അവർ തമ്മിൽ ആ സമയത്ത് എത്ര സെപ്പറേഷൻ ഉണ്ടാവും? അല്ല ചോദ്യം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം വെൻ ദേ കം ടു റെസ്റ്റ്. ഓക്കെ,
അപ്പോൾ ഇത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്, ഫൈനൽ വെലോസിറ്റി 0, ഇവിടെയും ഫൈനൽ വെലോസിറ്റി 0. രണ്ടാളുടെയും ഇനീഷ്യൽ സ്പീഡ് സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് റിലേറ്റിവിസ്റ്റിക് ആയിട്ട് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അതായത് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ ഇവിടെ എ വിത്ത് റെസ്പെക്ട് ടു ബി, എ വിത്ത് റെസ്പെക്ട് ടു ബി എടുക്കണം, and with is a with respect to b. നോട്ട് ദിസ് ഇക്വേഷൻ, കാരണം ഇതിൽ ടൈം വേണം. അപ്പോൾ ഈ ടൈം ഉണ്ടായാലും ആ ഇക്വേഷൻ പറ്റില്ല. അപ്പോൾ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as വിത്ത് റെസ്പെക്ട് എ വിത്ത് റെസ്പെക്ട് ടു ബി. യെസ്, ഇതിൽ എസ് എ ബി നമ്മൾ കണ്ടാലും നമുക്ക് ഇതാ കിട്ടുക, ഈ ഡിസ്റ്റൻസ് കിട്ടും. യെസ്, the distance between them, no അവരുടെ ഡിസ്പ്ലേസ്മെൻറ്റാണ് കിട്ടുക. ഓക്കെ, റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, നോക്കാം. യെസ്, ഐ വിൽ ടെൽ യു. അപ്പോൾ ഇവിടെ ഫൈനൽ വെലോസിറ്റി രണ്ടാളും കം ടു റെസ്റ്റ് ആണ്, അപ്പോൾ അത് 0 ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി ഓപ്പോസിറ്റ് ആണ്, അപ്പോൾ 20 + 20 റിലേറ്റീവ് വെലോസിറ്റി സ്ക്വയർ പ്ലസ് മൈനസ്, കാരണം റിട്ടാർഡേഷനാണ്, മൈനസ് 2 ഇൻറ്റു ഓപ്പോസിറ്റ് ഡിറക്ഷനാണ്, അപ്പോൾ 2 + 2 ഇൻറ്റു എസ് എ ബി. അപ്പോൾ എസ് എ ബി ഇസ് ഈക്വൽ ടു ഇവിടെ 20 + 20 40. അപ്പോൾ 40 ആകുമ്പോൾ 1600 സ്ക്വയർ ചെയ്തു. പിന്നെ ഇവിടെ 2 ഇൻറ്റു 2 + 2 4, ഓക്കെ, ഡിവൈഡഡ് ബൈ 8, ദാറ്റ് ഈസ് ഈക്വൽ ടു 200 എന്ന് ഇത് കിട്ടി. വെയിറ്റ് ചെയ്യണം, ആൻസർ ചെയ്യല്ലേ. അത് ഇതാണ് ചോദ്യം, ഇതെത്രയെന്നാണ് ക്വസ്റ്റ്യൻ. പക്ഷേ ഈ കിട്ടിയത് അതല്ല, കിട്ടിയത് ഇനീഷ്യലി അവരുടെ ഡിസ്പ്ലേസ്മെൻറ്റ്, അവർ പിന്നെ 300 ഇനീഷ്യൽ സെപ്പറേഷൻ ഇതാണ്. ഇപ്പോൾ അവരുടെ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് 200 മീറ്ററാണ്. റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഈ കിട്ടിയത്, അല്ലാതെ ഇവർ തമ്മിലുള്ള ഈ സെപ്പറേഷൻ അല്ല. ദെർഫോർ സെപ്പറേഷൻ അപ്പോൾ എത്ര ഉണ്ടാവുക? സെപ്പറേഷൻ എന്ന് പറഞ്ഞത് 300 - 100. ആദ്യട 300 മീറ്റർ സെപ്പറേഷനിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അവർക്ക് ടുവേർഡ്സ് ഈച്ച് അതറാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര ഉണ്ടായി? റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര വന്ന് 200. അപ്പോൾ അവർ തമ്മിൽ ഇനി ബാക്കി എത്ര ഉണ്ടാവുക? ബാക്കി, അതായത് ഒരാൾ ഇത്രയും മൂവ് ചെയ്ത് മറ്റാൾ ഇത്രയും മൂവ് ചെയ്ത്, അപ്പോൾ റിലേറ്റീവ്ലി രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ ഇയാൾ ട്രാവൽ ചെയ്തും കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് 200 കിട്ടും. അപ്പോൾ ഇനി എത്ര അവർക്ക് തമ്മിലുള്ള ഗ്യാപ്പ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 100. ദാറ്റ് ഈസ് 100 മീറ്റർ. ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. Now question number 14. A girl standing on road holds her umbrella at 45 degree with the vertical to keep the rain away. ഡയഗ്രം വരയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ 45 ഡിഗ്രിയിൽ, കാരണം റെയിൻ ഇങ്ങോട്ടാണ് വരുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ദിസ് ഈസ് വെലോസിറ്റി ഓഫ് റെയിൻ. അപ്പോൾ അംബ്രല്ല എഗെയിൻസ്റ്റ് ദാറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞത്? ഇഫ് ഷീ സ്റ്റാർട്ട്സ് റണ്ണിങ് വിത്തൗട്ട് അംബ്രല്ല, ദ സ്പീഡ് ഓഫ് അറ്റ് ദിസ് സ്പീഡ്, ഈ സ്പീഡിലാണ് 15√2 km/h സ്പീഡിൽ ഓടുകയാണ്. ദ റെയിൻ ഡ്രോപ്സ് ഹിറ്റ് ഹെർ ഹെഡ് വേർട്ടിക്കലി. ഓക്കെ, അപ്പോൾ റെയിൻ അപ്പിയേഴ്സ് ടു ഫോൾ വേർട്ടിക്കലി ആ സമയത്ത്. എന്ന് വെച്ചാൽ എന്താ സംഭവം? സാധാരണ ഇതിൽ മഴ കുത്തനെ പെയ്യുന്ന സമയത്ത് ഞാൻ ഓടുമ്പോൾ എൻ്റെ ഫ്രണ്ട് സൈഡ് അല്ലടാ നനിയ, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ അപ്പോൾ മഴ എൻ്റെ അടുത്ത് ഇങ്ങനെ വരിക. അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഞാനിവിടുന്ന് അങ്ങോട്ടാണ് ഓടുന്നതെങ്കിൽ വീണ്ടും മഴ എൻ്റെ അടുത്തേക്ക് ഈ രൂപത്തിലേക്കാണ് ബെൻഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓടുന്നത് സത്യത്തിൽ ഇങ്ങോട്ടാവുമ്പോഴാണ് മഴ, ഇങ്ങനെ വരുന്ന മഴ അകന്നു പോവുക. ദാറ്റ് മീൻസ് ഇവിടെ കക്ഷി ഓടുന്നത് ഇങ്ങോട്ടായിരിക്കും. ഐ വിൽ ഷോ യു. ഇങ്ങോട്ട്, ആ സമയത്താണ് മഴ ഇങ്ങോട്ട് വരിക.
യെസ്, ഓക്കെ. ഇതിനെ ജോയിൻ ചെയ്താൽ അപ്പോൾ ഇതാരറിയോ, ഇത് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു ഗേൾ, ഇത് വെലോസിറ്റി ഓഫ് ഗേൾ. അപ്പോൾ ദാറ്റ് മീൻസ് ഇത് ആക്ച്വലി ആരാ, വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു ഗേൾ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് റെയിൻ മൈനസ് വെലോസിറ്റി ഓഫ് ഗേൾ ആണ്, മൈനസ് വെലോസിറ്റി ഓഫ് ഗേൾ. അപ്പോൾ അത് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക, ഇത്ര തന്നെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് വരക്കും അല്ലേ. ഇതാണ് മൈനസ് വെലോസിറ്റി ഓഫ് ഗേൾ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിഗർ നിങ്ങൾക്ക് എങ്ങനെ കിട്ടുക. ദിസ് ഈസ് 45 ഡിഗ്രി. ഞാനൊന്നുകൂടെ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കൂ, റെയിൻ ഇങ്ങനെയാണ് ഇനീഷ്യലി തന്നെ വരുന്നത് എന്ന് വെച്ചാൽ വിൻഡോ സം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് മേ ബി ദർ. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. റെയിൻ നോക്കൂ ഇങ്ങനെ ഫാൾ ചെയ്യുന്നു. ആ സമയത്ത് ഈ ഗേള് അങ്ങോട്ടല്ല ഓടുന്നത്, അങ്ങോട്ട് ഓടിക്കഴിഞ്ഞാൽ പ്രശ്നം. കാരണം ഇയാളുടെയും കൂടെ റിസൾട്ടൻ്റ് ആണിത്. മനസ്സിലായോ എന്ന് വെച്ചാൽ ഡയഗ്രം നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കൂ. ഇതാണ് പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്താൽ കിട്ടുക. കണ്ട, ഇതിൻ്റെയും എന്ന് വെച്ചാൽ ഇതാരാണ്, വി ആർ മൈനസ് വി ജി. അപ്പോൾ വി ആർ മൈനസ് വി ജി കണ്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡയഗ്രാം. ഈസ് ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, ഇനി നമ്മളൊരു ചോദ്യം എന്താണ്, ദ സ്പീഡ് ഓഫ് ദ റെയിൻ ഡ്രോപ്സ് വിത്ത് റെസ്പെക്ട് ടു ദ മൂവിങ് ഗേൾ എന്ന് വെച്ചാൽ കറക്റ്റ് ഇതാണ് ചോദ്യം. സ്പീഡ് ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു ഗേൾ വി ആർ ജി. എടാ ഒന്നും ചെയ്യണ്ട, അങ്ങനെ നോക്കുക ഉത്തരം പറയട്ടെ, ഇങ്ങനെ നോക്കുക ഉത്തരം പറയാം. കാരണം ഇത് 45 ഡിഗ്രി എന്ന് തന്ന സ്ഥിതിക്ക് ഇനി ഒന്നും നോക്കാല്ലേ. ഇത് 45 ആണെങ്കിൽ ഇതും ഈക്വൽ അല്ലേ. കാരണം ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഇത് 45 ആണ്, ഇതും 45. മനസ്സിലാവുണ്ടോ? റെഡി. അപ്പോൾ കാരണം ഇതിങ്ങനെയാണ്. അപ്പോൾ ഇത് 45 ആണ്. അങ്ങനെ 45 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ഇതും ഈക്വലാണ്. ഇത് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. എത്രയാണ്, 15√2 km/h. അപ്പോൾ ഇതും എന്തായിരിക്കണം, 15√2 km/h തന്നെ ആയിരിക്കണം. അപ്പോൾ ആൻസർ 15√2 ആൻസർ ഇല്ലേ? 30 ഡിവൈഡഡ് ബൈ √2 എന്ന് പറഞ്ഞാൽ എത്ര, 15 × 2 ഡിവൈഡഡ് ബൈ √2 ദാറ്റ് ഈസ് ഈക്വൽ ടു 15√2. യെസ്, ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A body of mass 10 kg is projected at an angle 45 degree with the horizontal. The trajectory of the body is observed to pass through a point 20,10. If t is the time of flight, then momentum vector at t is equal to t by √2 will be. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. 10 kg projected at an angle 45 degree with the horizontal. The trajectory of the body is observed to pass through the point. എന്ന് വെച്ചാൽ അതിൻ്റെ ട്രാജക്ടറി. അപ്പോൾ ട്രജക്ടറിയിലെ ഒരു പോയിൻ്റ് ആണിത്. ആ പോയിന്റിലെ XY വാല്യൂ തന്നാണ്. ആ ട്രജക്ടറിൻ്റെ ഇക്വേഷൻ തന്നെയല്ലേ നമ്മളെടുത്ത്, y = tan θ × x - g/2u² cos² θ × x². അതിലെ എക്സും വൈയും ആയിട്ട് എടുക്കരുത്. ഇഫ് t is the time of flight, then momentum vector at time. അവിടെ നമ്മൾ നോക്കണം t/√2. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ധാരണ കിട്ടേണ്ടതാണ്. നോക്കാം. അപ്പം ഞാൻ ആദ്യം ഒരു കാര്യം ചെയ്യാം. ആദ്യം y = tan θ × x - g/2u² cos² θ × x². ഞാൻ ഇങ്ങനെയാണ് ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതി ഉണ്ടാവും, എടുത്തു വെച്ചോ. ഇതിൽ എക്സിനും വൈക്കും തന്ന വാല്യൂസ് കൊടുക്കുക. എക്സ് 20 ആണ്, അപ്പോൾ y 10 = tan 45. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇൻറ്റു എക്സ് എത്ര 20.
മൈനസ് ജി 10 എടുക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 10 ഡിവൈഡഡ് ബൈ 2u സ്ക്വയർ കോസ് 45 1/√2 അപ്പോൾ 1/2 ഇൻറ്റു എക്സ് സ്ക്വയർ 20 സ്ക്വയർ ഓക്കെ. ഒരു സീറോ ഞാൻ അപ്പം തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് പോകട്ടോ. ഒരു സീറോ കട്ട് ചെയ്തു. ബാക്കി ഇവിടെ ആരാളുള്ളത്? അപ്പോൾ ഇവിടെ 1 = 2 മൈനസ് 20 സ്ക്വയർ അല്ലേ, അപ്പോൾ 400 ഡിവൈഡഡ് ബൈ 2 കട്ട് ചെയ്തു യു സ്ക്വയർ. അപ്പോൾ 400 ബൈ യു സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുവന്നു. 400 ഡിവൈഡഡ് ബൈ യു സ്ക്വയർ = 1 ഓർ യു = 20 m/s എന്ന് അതിന് കിട്ടി. യു കിട്ടിക്കഴിഞ്ഞാൽ ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാം. ഇവിടുന്ന് നോക്കൂ, ടൈം ഓഫ് ഫ്ലൈറ്റ് T = 2u sin θ/g. കാരണം ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ടേമിലാണ് ഇവിടെ ടൈം തന്നിട്ടുള്ളത്, കണ്ടോ? അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് കാണണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 20 × sin 45 1/√2 ഡിവൈഡഡ് ബൈ G10. 0 0 കട്ട് 0 കട്ട് 2 × 2 4/√2. ഓക്കെ, ശരിയല്ലേ? 4/√2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4/√2. അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ അപ്പോൾ 2√2 അല്ലത്. ദിസ് ഈസ് 2√2 സെക്കൻഡ്. കിട്ടിയടാ. നോക്കൂ, അപ്പോൾ T = T/√2 മൊമെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ദെർഫോർ എറ്റ് ഇതാ നോക്കൂ, എറ്റ് T = ക്യാപിറ്റൽ T/√2. അപ്പോൾ ക്യാപിറ്റൽ T എന്ന് പറഞ്ഞാൽ 2√2/2 എന്ന് വെച്ചാൽ 2 സെക്കൻഡ്സ്. അപ്പം രണ്ടാമത്തെ സെക്കൻഡിലെ മൊമെൻറ്റം വെക്റ്ററിൻ്റെ ഇക്വേഷനാണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യാം. രണ്ടാമത്തെ സെക്കൻഡിലെ മൊമെൻറ്റം വെക്റ്റർ ദാറ്റ് ഈസ് മൊമെൻറ്റം P = m × Vxi പ്ലസ് Vyj ദാറ്റ് ഈസ് m 10 kg. Vx ക്വസ്റ്റ്യനിൽ തന്നുണ്ടോ? Vx എന്താണ് തന്ന? ഇനീഷ്യൽ പ്രൊജക്റ്റൈലല്ലേ, ഇനീഷ്യൽ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് തന്നെയല്ലേ ത്രൂ ഔട്ട് ഉണ്ടാകുക. അപ്പോൾ യു നമുക്ക് കിട്ടി 20, ദാറ്റ് ഈസ് 20 ഇൻറ്റു കോസ് 45 i cap അതായി പ്ലസ് Vy കണ്ടെത്തണം. ഞാനിതൊന്ന് ചെറുതാക്കാം. Vy കണ്ടെത്താനുള്ള സാധനമൊക്കെ നമ്മളെ കയ്യിലുണ്ട്, പേടിക്കണ്ട. ഓക്കെ, നോക്കൂ, Vy സ്ക്വയർ = Uy സ്ക്വയർ. നോ അതിൻ്റെ ആവശ്യമില്ലല്ലേ. Vy = ടൈം കയ്യിലുണ്ടല്ലോ, Uy മൈനസ് GT ദാറ്റ് ഈസ് ഈക്വൽ Uy എത്ര? 20/√2. കാരണം u sin 45 മൈനസ് G10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൻറ്റു 2. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 20 മൈനസ് 20√2 ഡിവൈഡഡ് ബൈ √2. Am I right? ഓക്കെ, അതിനെ മാറ്റണ്ട, അങ്ങനെ തന്നെ. ദെർഫോർ കാരണം ഓപ്ഷൻ നോക്ക്, അപ്പോൾ ഇവിടെ cos 45 ഇല്ല ഫസ്റ്റ് ടേമിൽ, അപ്പോൾ റെഡി ആവും. നോക്കാം. ദാറ്റ് ഈസ്, അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം. ഇവിടെ 20 മൈനസ് 20√2 ഡിവൈഡഡ് ബൈ √2 j cap. ഇനി ഇവിടെ സ്ഥലമില്ല, അപ്പം ഞാൻ അടുത്ത പേജിലേക്ക് കൊണ്ടുപോവാണ് ഇയാളെ.
ഓ വെറൈറ്റി പേജാണ്, നോക്കാം. യെസ്, അപ്പോൾ ദിസ് ഈസ് വെക്റ്റർ പി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 10 ഉള്ളിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഇത് എത്രയായി? 200 ഡിവൈഡഡ് ബൈ √2 ഐ ക്യാപ്പ് പ്ലസ് 10 ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. 20 ബൈ √2. ഓക്കെ, 10 ഉള്ളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എത്രയാവുക? 200 മൈനസ് 200 √2 ഡിവൈഡഡ് ബൈ √2 ജെ ക്യാപ്പ്. നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓക്കെ, വെക്റ്റർ പി റെഡി. അപ്പോൾ 200 നമുക്ക് എന്ത് ചെയ്താം? 2 × 100 ചെയ്താൽ അപ്പോൾ ഇത് എത്ര? ഒരു √2 × √2. അപ്പോൾ ഇത് എത്രയായി? 100 √2 ഐ ക്യാപ്പ് പ്ലസ് ഇവിടെയോ 100 മൈനസ് 100 √2. നോ 200 എന്താവും? 200 ബൈ √2 എന്നല്ലേ? അപ്പോൾ 200 ബൈ √2 ഉള്ളത് 100 √2 മൈനസ് ഇവിടെ 200 √2 കട്ട് ചെയ്തു ജെ ക്യാപ്പ്. ഇതല്ലേ ആൻസർ? നോക്കാം. 100 √2 ഐ ക്യാപ്പ് ഡി പ്ലസ് 100 √2 മൈനസ് 2. യെസ്, ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സെറ്റല്ലേ? നല്ല ക്വസ്റ്റ്യൻ ആട്ടോ, അത്യാവശ്യം ചെയ്യാനുണ്ട്. ആദ്യം നമ്മളെന്താ ചെയ്തത്? ട്രജക്ടറിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ട്രജക്ടറിൻ്റെ ഇക്വേഷനിൽ നിന്ന് യു കണ്ടെത്തി, യു കിട്ടി. ദെൻ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടെത്തി. ടൈം ഓഫ് ഫ്ലൈറ്റ് ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് ക്വസ്റ്റ്യനിൽ ടൈം തന്നിട്ടുള്ളത്. റെഡിയാണോ? ഓക്കെ, എന്നിട്ട് ആ ടൈമിൽ ഹൊറിസോണ്ടൽ കമ്പണൻ്റ് ഓഫ് വെലോസിറ്റിയും വെർട്ടിക്കൽ കമ്പണൻ്റ് ഓഫ് വെലോസിറ്റിയും, ഹൊറിസോണ്ടൽ കമ്പണൻ്റ് സെയിം ആണ്. യെസ്, ദാറ്റ്സ് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. The angle of projection for a projectile to have same horizontal range and maximum height is? The angle of projection for a projectile to have same horizontal range and maximum. ആ ഹൊറിസോണ്ടൽ റേഞ്ചും മാക്സിമം ഹൈറ്റും ഈക്വൽ ആവുന്ന എപ്പോഴാണ്? അത് നമ്മൾ ഫേമസ് അല്ലേ? ആ രണ്ട് ഇക്വേഷൻ ഈക്വേറ്റ് ചെയ്താൽ കിട്ടിയില്ലേ? ദാറ്റ് ഈസ് tan inverse 4 or 76 ഡിഗ്രി. ഇത് ബൈ ഹാർട്ട് അല്ലേ? യാതൊന്നുമില്ല. ക്വസ്റ്റ്യൻ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഫോർ എ പ്രൊജക്റ്റൈൽ ടു ഹാവ് സെയിം ഹൊറിസോണ്ടൽ റേഞ്ച് ആൻഡ് മാക്സിമം ഹൈറ്റ്. റെഡി. tan inverse 4 ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ, വേറെ ഒന്നും നോക്കാമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ എ പാർട്ടിക്കിൾ ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ദ ആക്സിലറേഷൻ എ at a point P. Acceleration A at a point P. Ready. On a circle of radius R is. അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷനാണ്. ആക്സിലറേഷൻ എന്താടാ? ആക്സിലറേഷൻ എന്ന് പറഞ്ഞത് v² ഡിവൈഡഡ് ബൈ ആർ. അതിനൊന്നും നോക്കാമല്ലോ. ഓക്കെ, അതിനെ കമ്പോണൻ്റ് ആയിട്ട് എഴുതണം. അത് സിമ്പിൾ, കാരണം ഇതിങ്ങനെ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, ഇത് റേഡിയസ് ആണ്. ഇത് റേഡിയസ് ആണ്. നോക്കൂ, ദാ എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കൂ ഈ കമ്പോണൻ്റ് ഇത് ആരുടെ? ഹിയർ തീറ്റ ഈസ് മെഷേർഡ് ഫ്രം എക്സ് ആക്സിസ്. അപ്പോൾ എക്സ് ആക്സിസ് അപ്പോൾ ഇതാണ് തീറ്റ. ദിസ് ഈസ് തീറ്റ. ഓക്കെ, എന്ന് വെച്ചാൽ ഇത് തീറ്റ, ഇത് തീറ്റ. അപ്പോൾ കാര്യങ്ങൾ കിട്ടി. അപ്പോൾ എ സി നോക്കൂ, വെക്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ ദ എ സി ഇതാണ് v² ബൈ ആർ. അതിൻ്റെ ഈ കമ്പോണൻറ്റ് ഇത് ഏതാ കമ്പോണൻറ്റ്? ഇത് മൈനസ് ഐ ക്യാപ്പ്. ഇതെത്രയാണ്? കോസ് കമ്പോണൻറ്റ്. അപ്പോൾ v² ബൈ ആർ കോസ് തീറ്റ മൈനസ് ഐ ക്യാപ്പ് പ്ലസ് അടുത്ത് നോക്കൂ, v² ഡിവൈഡഡ് ബൈ ആർ സൈൻ തീറ്റ. അതിൻ്റെ ഡിറക്ഷനോ
അത് നോക്കുക അങ്ങോട്ട്, ഇതേതാണ് മൈനസ് ജെ ക്യാപ്. ഇങ്ങനെ ആൻസർ ഉണ്ടോ? യെസ്, ഇതന്നെയല്ലേ ഇത്. മൈനസ് വി സ്ക്വയർ ബൈ ആർ കോസ് തീറ്റ ഐ ക്യാപ് മൈനസ് വി സ്ക്വയർ ബൈ ആർ സൈൻ തീറ്റ ജെ ക്യാപ്. ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ, അതിലൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് ബൈ ഹാർട്ട് എങ്ങനെ നോക്കി പറയാവുന്ന കാര്യം തന്നെ ഉള്ളൂ അതിൽ. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 18. എ ലൈറ്റ് സ്ട്രിങ് പാസിംഗ് ഓവർ എ സ്മൂത്ത് ലൈറ്റ് പുള്ളി കണക്ട്സ് two blocks of masses m1 and m2. If the acceleration of the system is g by root 2, then ratio of masses m1 is to m2 is. ഇത് 2024 JEE ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം അവിടെയുള്ള ഇക്വേഷൻ, ആക്സലറേഷൻ ഇക്വേഷൻ എന്താ, m2 ആണ് വലുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ m2 മൈനസ് m1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു ജി. ഇതെല്ലാവരും ഓർക്കുന്നുണ്ടാവും. ഓക്കെ, and this is given as g by root 2. അപ്പോൾ ജി കട്ട് ചെയ്യാം, ജി കട്ട്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോളൂ. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? റൂട്ട് 2 m2 മൈനസ് റൂട്ട് 2 m1 ദാറ്റ് ഈസ് ഈക്വൽ ടു m1 പ്ലസ് m2. ഓക്കെ, m1നൊക്കെ m2നൊക്കെ ഒരു m1 ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ m1 അങ്ങോട്ട് പോവുക. അപ്പോൾ ദാറ്റ് ഈസ് റൂട്ട് 2 പ്ലസ് 1 ഇൻറ്റു m1 അല്ലേ, m1 അങ്ങോട്ട്. ഓക്കെ, റൂട്ട് 2 മൈനസ് 1 m2 ഓർ m1 ഡിവൈഡഡ് ബൈ m2 ഇസ് ഈക്വൽ ടു റൂട്ട് 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 2 പ്ലസ് 1. യെസ്, ഓപ്ഷൻ 1. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്തതിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. എ യൂണിഫോം മെറ്റൽ ചെയിൻ ഓഫ് മാസ് എം ലെങ്ത് എൽ പാസസ് ഓവർ എ massless frictionless pulley. It is released from rest with a part of its length L hanging on one side and rest on its length L minus L. Is hanging on the other side of the pulley. At a certain point of time, L is equal to L by x. The acceleration of the chain is g by 2. The value of x എന്താണ്? അപ്പോൾ ഇതിനെ നമുക്ക് നോക്കൂ, ഒന്നുമില്ല. ഇത് ഒരു തിക്ക് ചെയിനാണ്, ഒരു ഹെവി ചെയിനാണ്. ഇതിൻ്റെ എൽ സൈഡ് എൽ ലെങ്ത്ത് ഇവിടെ ഉണ്ട്, എൽ മൈനസ് എൽ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളതിന് രണ്ട് മാസമായിട്ട് കൺസിഡർ ചെയ്താളാണ്. അപ്പോൾ പ്രശ്നം തീരും. ഇവിടെ ഇതിനൊരു മാസമായിട്ട് എടുക്കുക, ഇവിടെ ഇതിനെ ഒരു ബോഡി ആയിട്ട് എടുക്കൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ലെങ്ത്തിലുള്ള മാസ് ലാംഡ എന്ന് വലിച്ചോ. അപ്പോൾ ഇതിൻ്റെ മാസ് എത്ര? ഇപ്പോൾ എൽ ലാംഡ. ഇതിൻ്റെ എത്ര? എൽ മൈനസ് എൽ ലാംഡ. എൽ മൈനസ് എൽ ലാംഡ. ഓക്കെ, യെസ്, ആക്സിലറേഷൻ ജി ബൈ 2, എക്സിൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് നേരത്തെ അതേപോലെ എ ഇസ് ഈക്വൽ ടു m1 മൈനസ് m2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു ജി ഇല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക എന്താ കിട്ടുക? എൽ മൈനസ് എൽ ലാംഡ മൈനസ് എൽ ലാംഡ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഉണ്ട് ഉദ്ദേശിച്ച്, ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ഇതെന്താ സംഭവിച്ചത്? ടോട്ടൽ മാസ് എന്താണ്? ലാംഡനെ പുറത്താക്കുക. അപ്പോൾ എൽ മൈനസ് എൽ പ്ലസ് എൽ. അപ്പോൾ ലാംഡൻ്റെ പ്രയാസം ഇപ്പം തന്നെ ഒഴിവാക്കിയോളൂ. ലാംഡ കട്ട് ചെയ്യുക. ഇൻറ്റു ജീൻ്റെ അത് മറക്കരുത്, ഇൻറ്റു ജി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂമറേറ്ററിൽ എൽ മൈനസ് 2L എൽ മൈനസ് 2L ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു ജി ഈക്വൽ ടു ജി ബൈ 2 എന്ന് ക്വസ്റ്റ്യനിൽ തന്നത്. അപ്പോൾ ജി കട്ട്, ജി കട്ട് ചെയ്തു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2L മൈനസ് 4L ഈക്വൽ ടു എൽ. സ്മോൾ എല്ലിൻ്റെ വാല്യൂ ആണ് വേണ്ടതില്ല. അപ്പോൾ നമുക്ക് 4Lനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ.
that is small l equal to capital L by 4, which is given as equal to L by x, or x is equal to 4 is the right answer. X equal to 4, option D. X equal to 4 is correct. X equal to 4. Question number 20. A block of mass m slides down the plane inclined at an angle 30 degree. അപ്പോൾ this angle is 30 degree. ബ്ലോക്ക് ദാ ഇവിടെ ഉണ്ട്, ബ്ലോക്ക് ഇവിടെ ഉണ്ട്. എം ജി ഓക്കെ. അപ്പോൾ ദിസ് ഈസ് 30 degree. എം ജി സൈൻ 30, എം ജി കോസ് 30. ഓക്കെ. റിയാക്ഷൻ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് അങ്ങോട്ട്, ഫ്രിക്ഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനാണ് ചോദ്യം. ഓക്കെ. അപ്പോൾ എഫ് എസ് റെഡി. ഓക്കെ. അപ്പോൾ ഇവിടെ ദ ബ്ലോക്ക് സ്ലൈഡ്സ് ഡൗൺ, ആ എഫ് എസ് എൽ അല്ലേ, സ്ലൈഡ്സ് ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഫ് കെ ആണ് വരിക. എനിവേ ഇറ്റ്സ് നോട്ട് എഫ് എസ് അല്ലേ. എ ബ്ലോക്ക് ഓഫ് മാസ് എം സ്ലൈഡ്സ് ഡൗൺ ദ പ്ലെയിൻ വിത്ത് ആൻ ആക്സിലറേഷൻ g/4. ആക്സിലറേഷൻ g/4. അപ്പോൾ താഴേക്കുള്ള ഫോഴ്സ് ഏതാ നോക്ക്. താഴേക്കുള്ള ഫോഴ്സ് എം ജി സൈൻ 30 മൈനസ് എഫ് കെ ഈക്വൽ ടു എം എ, ഈക്വൽ ടു എം എ. ദാറ്റ് ഈസ് എം ജി സൈൻ 30 എന്ന് പറയുമ്പോൾ എം ജി ബൈ 2 മൈനസ് എഫ് കെ എന്ന് പറഞ്ഞാൽ മ്യൂ കെ ആർ, ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ എം ജി കോസ് 30 ഈക്വൽ ടു എം എ. അപ്പോൾ എം കട്ട് ചെയ്താൽ എം പോയി, എം പോയി, എം പോയി. അപ്പോൾ ആക്സലേഷൻ നേരിട്ട് എഴുതുമ്പോൾ അങ്ങനെ എഴുതിക്കോളൂ കേട്ടോ, നോ പ്രോബ്ലം. ദർഫോർ ആരെവിടെ ഉള്ളത്, എ ഇസ് ഈക്വൽ, ആ എ ആണ് ക്വസ്റ്റ്യനിൽ എത്ര പറഞ്ഞത്, g/4. അപ്പോൾ g/4 ഈസ് ഈക്വൽ ടു ഇവിടെ എന്തൊക്കെയുള്ളത്, ഇവിടെ g/2 നമുക്ക് അങ്ങോട്ടുണ്ടാവും. അപ്പം മൈനസ് g/2 അങ്ങോട്ട് പോയി. ഇവിടെ ആരാ ഉള്ളത്, മൈനസ് മ്യൂ കെ മ്യൂ കെ ജി കോസ് 30 ഈസ് √3/2. അപ്പോൾ ജീനെ കട്ട് ചെയ്യാം, ജി കട്ട്. അപ്പോൾ കാലിന്ന് അര പോയാൽ എത്ര, -1/2. മൈനസ് മൈനസ് കട്ട് ചെയ്തു. മ്യൂ കെ സംതിങ് വെൻ റോങ്, √3 ഉണ്ടല്ലേ. അപ്പോൾ ഇല്ല, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നോക്കാം. യെസ്, എന്താ ബാക്കിയുള്ളത് നോക്കാം. ഇവിടെ മൈനസ് മൈനസ് കട്ട് ചെയ്തു. ഇവിടെ മ്യൂ കെനെ മാത്രം ഇവിടെ നിർത്തുക. ദാറ്റ് ഈസ് ഈക്വൽ ടു അവിടെ ഉള്ളത് 1/4. അപ്പോൾ ഇൻറ്റു 2/√3. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2√3. ആൻസർ ഉണ്ടോ? ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നൗ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. 21. എ ബോയ് പ്ലേയിങ് on the roof of a 10-meter high building throws a ball with a speed of 10 meter per second at an angle of 30 degree with the horizontal. The distance from the throwing point when the ball attains the height of 10 meter from the ground is x√3 where x is. നോക്കൂ, നമുക്ക് വരച്ചു നോക്കാം. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ക്വസ്റ്റ്യനിൽ 10 മീറ്റർ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ദ ബോള് എറിഞ്ഞു 10 മീറ്റർ പെർ സെക്കൻഡിൽ. എന്നിട്ട് ആ ബോൾ നോക്കൂ, ലൈക്ക് ദിസ്, ദ ഈ രൂപത്തിൽ ഇങ്ങനെ പോകുന്നു. എന്നിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞു നോക്കൂ, 30 ഡിഗ്രിയിലാണ് ത്രോ ചെയ്തത്. ദിസ് ഈസ് 30 ഡിഗ്രി. ഓക്കെ, ദാറ്റ്സ് ക്ലിയർ. 10 മീറ്റർ പെർ സെക്കൻഡിൽ എറിഞ്ഞു. ദിസ് ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ്. യെസ്, ദ ഡിസ്റ്റൻസ് ഫ്രം ദ ത്രോയിങ് പോയിൻ്റ് എന്ന് വെച്ചാൽ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എങ്ങോട്ട്, വെൻ ദ ബോൾ അറ്റൈൻസ് എ ഹൈറ്റ് ഓഫ് 10 മീറ്റർ ഫ്രം ദ ഗ്രൗണ്ട്. അപ്പോൾ ഗ്രൗണ്ട് ഇത്
ഓക്കെ യെസ് എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് അല്ല, ഈ ഹൈറ്റ് 10 മീറ്റർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതാണ്. അപ്പോൾ ഇവിടേക്കുള്ള ദൂരമാണ് ചോദ്യം. ദാറ്റ് മീൻസ് യു ആർ സപ്പോസ് ടു ഫൈൻഡ് ദിസ് ഡിസ്റ്റൻസ്. ഇതാണ് കണ്ടെത്തേണ്ടത്. ഇത് റേഞ്ച്. അപ്പോൾ എന്ന് വെച്ചാൽ റേഞ്ച് കണ്ടെത്താൻ വളരെ ഇൻഡിറക്റ്റ് ആയിട്ട് നമ്മളോട് സംസാരിച്ചതാണ്. അപ്പോൾ ആർ ഈസ് ഈക്വൽ എന്താണ്? u സ്ക്വയർ സൈൻ 2θ ഡിവൈഡഡ് ബൈ ജി. u 10, അപ്പോൾ 10 100 ഇൻറ്റു സൈൻ 60 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു √3 ഡിവൈഡഡ് ബൈ 2. ആൻഡ് ദിസ് ഈസ് ഗിവൺ ആസ് x√3 or x√3 equal to 5√3. x is equal to 5 is the right answer. X is equal to 5. Settle? Yes. അടുത്ത question. If the velocity of a body related to displacement x is given as, പലവട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ എക്സിന് എന്തില്ല? റൂട്ട് ഇല്ല കേട്ടോ. അല്ല സോറി, എക്സ് റൂട്ട് ഓഫ് നോ പ്രോബ്ലം എല്ലാവർക്കും ഉണ്ട്, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കമ്പയർ ചെയ്താൽ മതി. വി സ്ക്വയർ ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as എന്നുള്ള ഇക്വേഷൻ. അപ്പോൾ വി സി മനസ്സിലായോ? അപ്പോൾ തന്നതിനെ സ്ക്വയർ ചെയ്താൽ എന്താ കിട്ടുക? വി സ്ക്വയർ ഈക്വൽ ടു 5000 പ്ലസ് 24x എന്ന് കിട്ടും. 2ax ഇവിടെ എക്സ് കൊടുക്കുക, എക്സ് എന്നാണ് അവിടെ കൊടുത്താൽ അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 24x. Therefore, xx cut a is equal to 12 meter per second square. 12 is the right answer. 12. Okay, അടുത്തത് question number 23. The resultant of two vectors a and b is perpendicular to a and its magnitude is half of that of b. അപ്പോൾ ഡയഗ്രാം നിർബന്ധമാണ്. സപ്പോസ് ദിസ് ഈസ് വെക്റ്റർ എ. റിസൾട്ടൻ്റ് അപ്പം ഞാൻ ബി ഇങ്ങനെ വരച്ചാൽ ബെറ്റർ ടു റൈറ്റ് ലൈക്ക് ദിസ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടുന്ന് പെർപെൻഡിക്കുലർ വരച്ചാൽ ഒരു അപ്രോക്സിമേറ്റ് ഡയഗ്രാം വരയ്ക്കുകയാണ്. ഓക്കെ, ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് വെക്റ്റർ ബി. അപ്പോഴാണ് ആൽഫ പ്ലസ് 90. കാരണം ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഉണ്ട്. ആംഗിൾ ബിറ്റ്വീൻ ദ വെക്റ്റേഴ്സ് എ ആൻഡ് ബി ഈസ് 90 പ്ലസ് ആൽഫ. അപ്പോൾ അതിന് നോക്കൂ, ഈ സ്റ്റൈലിൽ വരച്ചാൽ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ എളുപ്പമായി. ദിസ് ഈസ് 90, ദിസ് ഈസ് ആൽഫ ആൻഡ് യു ആർ സപ്പോസ് ടു ഫൈൻഡ് ആൽഫയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ആൽഫ കണ്ടെത്താൻ ഇത് b/2 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. b/2. അപ്പോൾ കോസ് ആൽഫ കണ്ടാൽ ആൻസർ ആയോ? കോസ് ആൽഫ ഈസ് ഈക്വൽ ടു b/2 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. ആൽഫ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ഈസ് ദ ഫൈനൽ ആൻസർ. ആൽഫ ഈസ് 60. Okay, now question number 24. The speed of a swimmer is 4 km/h in still water. If the swimmer makes strokes normal to the flow of river of width 1 km, diagram. ഓക്കെ, നോക്കൂ, വിഡ്ത്ത് 1 km. ഇവിടുന്ന് നേരെ റിവറിൻ്റെ ഫ്ലോക്ക് പെർപെൻഡിക്കുലറായിട്ട് നീന്തുന്നു. വെലോസിറ്റി ഓഫ് മാൻ 4. റിവർ താഴോട്ട്. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻറ്റിൻ്റെ ഡിറക്ഷനിലായിരിക്കും ഇയാൾ പോവുക. അപ്പോൾ റിസൾട്ടൻറ്റ് വിൽ ബി ലൈക്ക് ദിസ്. അപ്പോൾ ഇങ്ങനെ ആൾ ഇവിടെ എത്തുക. ഈ ഡിസ്റ്റൻസ് 750 മീറ്റർ എന്നതാ ക്വസ്റ്റ്യനിൽ കാണുന്നു. 750 മീറ്റർ എന്ന് വെച്ചാൽ ബാക്കിയൊക്കെ കിലോമീറ്റർ/h. അപ്പോൾ അതെന്താണ്? ഇത് 3/4 കിലോമീറ്റർ, 3/4 കിലോമീറ്റർ. സെറ്റല്ലേ? ദ സ്പീഡ് ഓഫ് ദ റിവർ. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ABC. നമുക്കറിയാം ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ മാൻ ഡൗൺ ദ റിവർ BC ഈസ് ഈക്വൽ ടു BCയിലൂടെയുള്ള വെലോസിറ്റി അതാരാ VR ഇൻറ്റു T ആണ്. ദാറ്റ് ഈസ് VR ഇൻറ്റു T. എന്താ T കാണാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള എന്താ?
വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കാം. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എത്ര W ഡിവൈഡഡ് ബൈ വിടുത്ത് W അല്ലെങ്കിൽ DO എന്താ നിങ്ങളെടുത്ത് അതന്നെ D ഡിവൈഡഡ് ബൈ ഡിയിലൂടെയുള്ള സ്പീഡ് അത് VM ആണ്. ഓക്കെ, അപ്പോൾ ഇനി നോക്കൂ 3BC 3/4 ദാറ്റ് ഈസ് ഈക്വൽ ടു VR ഇൻറ്റു 1/VM 4 കട്ട് VR is equal to 3 km/h is the final answer. The answer is 3 km/h. അടുത്ത ക്വസ്റ്റ്യൻ. The maximum height reached by a projectile is 64 meter. മാക്സിമം ഹൈറ്റ് എപ്പോഴാണ് കിട്ടുക? നേരെ വെർട്ടിക്കലി എറിയുമ്പോൾ മാക്സിമം, അല്ലാതെ ഇതൊരു പരാബോളിക് ട്രാജക്ടറിയാണ്, റേഞ്ച് അതിനുണ്ട് എന്നിവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ മാക്സിമം എന്ന് പറഞ്ഞാൽ H is equal to U² divided by 2G. ഇനി എന്താ പറഞ്ഞത്? ദ ഇനീഷ്യൽ വെലോസിറ്റി ഹാഫ് ചെയ്തു, ന്യൂ മാക്സിമം ഹൈറ്റ് എത്രയാണ്? അപ്പോൾ നിങ്ങൾ H1 ഈസ് ഈക്വൽ U² by 2G, H2 ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുക? U/2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G. ദാറ്റ് ഈസ് ഈക്വൽ ടു U² ഡിവൈഡഡ് ബൈ 2G ഇൻറ്റു 1/4. ഇതെത്ര? ഇത് 64. Therefore 64 divided by 4, 16 meter is the right answer. The answer is 16. അടുത്ത ക്വസ്റ്റ്യൻ. 4 forces are acting at a point P in equilibrium. അപ്പോൾ ഇക്വിലിബ്രിയത്തിലാണ്. The ratio ഉണ്ടാവും of magnitude of force F1 to F2 is 1:x. അങ്ങനെയാണ് x എന്താണ്? നോക്കൂ, ഇവിടെ ഇയാളുടെ ഒരു കമ്പോണൻറ്റ് ഇങ്ങോട്ടുണ്ടാവും, ഒരു കമ്പോണൻറ്റ് ഇങ്ങോട്ടുണ്ടാവും. റെഡി അല്ലേ? നമ്മൾ കമ്പോണൻ്റ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇത് 1 ആണ്. അപ്പോൾ അതിൻ്റെ ഈ കമ്പോണൻ്റ് എത്ര ഉണ്ടാവുക? ഈ കമ്പോണൻറ്റ് 1 × 1/√2 cos 45. അതുപോലെ ഈ കമ്പോണൻറ്റ് 1 × 1/√2 sin 45. അതുപോലെ 2ൻ്റെ കമ്പോണൻസിനെയും നമ്മൾ അതുപോലെ തന്നെ റെപ്രസെൻ്റ് ചെയ്യാം. 2ൻ്റെ ഒരു കമ്പോണൻറ്റ് നോക്കൂ ഇങ്ങോട്ടുണ്ട്, ദാറ്റ് ഈസ് 2/√2. ഓക്കെ, 45 ആണ് ആംഗിൾ. അപ്പോൾ അതുകൊണ്ട് വേറെ അങ്ങോട്ട് നോക്കാനില്ല. ദിസ് ഈസ് അഗെയിൻ 2/√2. ഓക്കെ, ഇനി F1/F2 ആണ് ചോദ്യം. F1 ഡിവൈഡഡ് ബൈ F2 ഈക്വൽ ടു വാട്ട്? അപ്പോൾ നമ്മൾ പിന്നെ F1 നോക്കൂ താഴോട്ട്, മുകളിലേക്കുള്ള ഫോഴ്സിനെ F2 കൊണ്ട് ഈക്വേറ്റ് ചെയ്യും. F2 ഈസ് ഈക്വൽ ടു മുകളിലേക്ക് ആരൊക്കെ ഉള്ളത്? 2/√2 പ്ലസ് 1/√2 ഈക്വൽ ടു 3/√2 F2 ആയി. ഇനി F1 മാത്രമല്ല, ഇങ്ങോട്ട് ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സിമിലർലി F1 പ്ലസ് 1/√2 ദാറ്റ് ഈസ് ഈക്വൽ ടു അതിൻ്റെ ഓപ്പോസിറ്റിൽ 2/√2. ഓർ F1 ഈസ് ഈക്വൽ ടു 2/√2 എന്ന് ഒരു √2 പോയാൽ 1/√2. ഓക്കെ, നൗ F1 ഡിവൈഡഡ് ബൈ F2 ദാറ്റ് ഈസ് ഈക്വൽ ടു F1 1/√2 ഇൻറ്റു F2 √2 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 1/3 എന്ന് കിട്ടും. അതിനാണ് ഇവിടെ 1:x എന്ന് പറഞ്ഞത് 1:3 x is equal to 3 is the right answer. X equal to 3 is correct. Now question number 27. എന്താണ്? A stone tied to 180 centimeter long string at its end making 28 revolutions in the horizontal circle in every minute. Magnitude of acceleration തന്നിട്ടുണ്ട്. ആക്സലറേഷൻ. ഓക്കെ, അപ്പോൾ ആക്സലറേഷൻ ആണ്, സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ആണ് കണ്ടെത്തേണ്ടത്. നോക്കാം, സെൻട്രിപെറ്റൽ ആക്സലറേഷൻ അല്ലേ. അപ്പോൾ AC ഈക്വൽ ടു V² ഡിവൈഡഡ് ബൈ R. അപ്പോൾ ഇവിടെ ഒമേഗൻ്റെ ടേമിൽ എഴുതാം. അപ്പോൾ ω²R ദാറ്റ് ഈസ് ഒമേഗ ആരാണ്? 28 revolutions അല്ലേ. അപ്പോൾ 28 × 2π/60 ഇതാണ് ഒമേഗ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ ഇൻറ്റു R 180 സെൻറ്റിമീറ്റർ, 180 × 10⁻². സെറ്റല്ലേ? കുഴപ്പമില്ലല്ലോ? ഇല്ല. ഓക്കെ, നോക്കൂ, അതിന് സോൾവ് ചെയ്യണം. അപ്പോൾ 28ൻ്റെ സ്ക്വയർ
784 അല്ലേ? 28. യെസ്, 784 ഇൻറ്റു 4 ഇൻറ്റു 22/7 ഇൻറ്റു 22/7 ഹോൾ ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 60 ഇൻറ്റു 180 ഇൻറ്റു 10⁻². നോക്കൂ, ഒരു 0 കട്ട് ചെയ്ത് ഇവിടെ ആൻസർ നോക്കടാ. ഇവിടെ 1936 ഉണ്ടല്ലേ. 1936 എന്ന് പറഞ്ഞാൽ 44ൻ്റെ സ്ക്വയർ അല്ലേ? 44 4 16 ബാക്കി 1 16 17 16 16 6 19 8 യെസ്, 44ൻ്റെ സ്ക്വയറാണ്. അങ്ങനെയാണ്. നോക്കൂ, ഇത് 2 ഇൻറ്റു 2. അപ്പോൾ ഒരു 22 ഇൻറ്റു 2 എത്ര? 44. അടുത്ത 2 ഇൻറ്റു 2 44. അപ്പോൾ ഇത്രയും സാധനം എത്ര? ഇത് 1936. കാരണം അത് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അതിനെ പിടിച്ച്. യെസ്, അപ്പം നമ്പറിൻ്റെ കളികളാട്ടത്. ഇനി വെറും മാത്സാണ് ശരിക്കും. ഫിസിക്സ് കഴിഞ്ഞ്, ഫിസിക്സ് ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ കഴിഞ്ഞതാണ് ഈ ക്വസ്റ്റ്യൻ്റെ. പിന്നെ ഇവിടെ കണ്ടോ, സ്പൈനെ 22/7 എടുക്കാൻ പ്രത്യേകം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. പൈ = 22/7 അങ്ങനെ തന്നെ എടുത്തോളി എന്നുള്ളൊരു ഹിൻഡ് ക്വസ്റ്റ്യനിൽ തന്നു. അപ്പം നോക്കാം, ഇനിയും നോക്കാം. 784 ഇൻറ്റു 1936 ഡിവൈഡഡ് ബൈ 49 ഇൻറ്റു 6 ഇൻറ്റു 60. പിന്നെ ഈ 6നെ നമുക്ക് ഇവിടെയും കട്ട് ചെയ്യാം. ഇത് അപ്പോൾ ഇവിടെ 3 ആയി. അപ്പോൾ ആ 3നെ ഞാൻ ഇവിടെ കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എത്രയും 20 ആയി. 20. അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ ആൾക്കാരെ ഒഴിവാക്കാം. അപ്പോൾ 3 കട്ട് ചെയ്ത് ഇവിടെ 20 തന്നെയല്ലേ? യെസ്, 20 ഇൻറ്റു 10⁻². ആ 784ൽ 49 പോവും. അത് കറക്റ്റാണ്. 784ൽ 8 അല്ലേ? 72 അല്ലേ? വെയിറ്റ് 16 49 ഇൻറ്റു 16 54. യെസ്, 5 6 4 24 24 29 9 4 4 8 6 7. യെസ്. അപ്പോൾ നോക്കൂ, ഇത് കട്ട് ചെയ്തോ. 16 കിട്ടി. 16. Therefore you will get 1936 ഇൻറ്റു 16. അപ്പോൾ ബൈ 10 കൂടി കൊടുത്തു. അപ്പോൾ ഞാൻ ഇവിടെ 8 ആക്കി. ഡിവൈഡഡ് ബൈ ഇവിടെ 10. പിന്നെ ആ 10നെയും 10⁻²നെ താഴേക്ക് കൊണ്ടുവന്ന്. ഓക്കെ, കാരണം ഞാൻ ഇങ്ങനെ ഇവിടെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. 1936/5x ആണ് നമുക്കതിനോട് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ ആ ഐഡിയ വെച്ചിട്ട് ഇങ്ങനെ നോക്കണം. ദിസ് ഈസ് ഈക്വൽ ടു 1936 ഡിവൈഡഡ് ബൈ 8ൽ 125 125 1000ൽ അല്ലേ? 8 ഇൻറ്റു 125 ആണ് 1000. 8 ഇൻറ്റു 125 ഈസ് 1000. ഓക്കെ, ഇതിനെ ഇനി നമുക്ക് ആ പറഞ്ഞതിനായിട്ട് ഇക്വേറ്റ് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു 1936 ഡിവൈഡഡ് ബൈ 5x. അപ്പോൾ 5 ഇൻറ്റു 25 അല്ലേ ഇത്? അപ്പോൾ ദിസ് ഈസ് 1936 ഡിവൈഡഡ് ബൈ 5x. അപ്പോൾ ആൻസറായി x ഈസ് ഈക്വൽ ടു 25. x is 25 is the right answer. 25. Yes, question number 28 നോക്കാം. A chain of 6 meter length is placed on a table such that the part of its length is hanging over the edge of the table. Okay, the system is at a rest. Coefficient of static friction between the chain and the surface of the table is 0.5.
മാക്സിമം ലെങ്ത് ഓഫ് ദ ചെയിൻ ഹാങ്ങിങ് ഫ്രം ദ ടേബിൾ ഈസ്. അപ്പോൾ നോക്കാം, നമുക്ക് ടേബിൾ കാണിക്കാം. ഓക്കെ, ടേബിൾ. അപ്പോൾ ഇവിടെ ചെയിന് നോക്കൂ, ഇവിടെ ഇതാ ഈ രൂപത്തിൽ ചെയിന് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. അപ്പം ഞാൻ നോക്കൂ, ഈ പാർട്ട്, ദിസ് പാർട്ട്, ഇതിന് എക്സ് എന്ന് കൊടുക്കാം. ഇത് എക്സ്. അങ്ങനെയാണെങ്കിൽ ഇതാരാണ്ടാവുക, ഇത് എൽ മൈനസ് എക്സ്. ചോദ്യം മാക്സിമം ലെങ്ത് ഓഫ് ദ ചെയിൻ ഹാങ്ങിങ് ഫ്രം ദ ടേബിൾ എന്ന് വെച്ചാൽ ഈ ലെങ്ത് ആട്ടോ ചോദ്യം. അപ്പോൾ നമുക്ക് ഇതിന് എക്സ് കൊടുത്താൽ മതി ശരിക്ക്. ഞാൻ അത് എൽ മൈനസ് എക്സ് കൊടുത്ത് ഞാൻ അങ്ങനെ തന്നെ നോട്ടെ. കണ്ടാ, ഹാങ്ങിങ് ഫ്രം ദ ടേബിൾ എന്ന് പറഞ്ഞാൽ ഈ പോർഷനാണ്. ഇതെത്ര എന്നാണ് ചോദ്യം. ദാറ്റ് മീൻസ് എൻ്റെ ഡയഗ്രത്തിൽ എൽ മൈനസ് എക്സ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ, ഇതല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് മുമ്പ് നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലത്തിൽ ചെയ്ത പോലെ മാസ് പെർ യൂണിറ്റ് ലെങ്ത്തിന് ലാംഡ എന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ എക്സിൻ്റെ ലെങ്ത് എന്തായിരിക്കും, എക്സിൻ്റെ എം ജി. അപ്പോൾ അത് ഈ പോർഷൻ കേട്ടോ, ഞാൻ ഈ പോർഷൻ ആദ്യം കാണിക്കുകയാണ്. ആ പോർഷന് ഇവിടെ വരയ്ക്കുകയാണ്. ദാറ്റ് ഈസ് ലാംഡ എക്സ് മാസ് ഇൻറ്റു ജി. അപ്പോൾ എം ജി ആയി ഇൻറ്റു ജി. ദെൻ ഫ്രിക്ഷണൽ ഫോഴ്സ് റെസ്റ്റിലായിരിക്കണമല്ലോ, റെസ്റ്റിലായിരിക്കണം. അപ്പോൾ ഇവിടെ എഫ് മാക്സിമം ആണേനു. അപ്പോൾ എഫ് എസ് മാക്സ് ഈക്വൽ ടു mu s mg, that is equal to mu s ഇൻറ്റു ലാംഡ എക്സ് ഇൻറ്റു ജി. ലാംഡ എക്സ് മനസ്സിലായല്ലോ, എക്സ് ലെങ്ത്ത്, യൂണിറ്റ് ലെങ്ത്തിലെ മാസ് ലാംഡ. അപ്പോൾ ലാംഡ എക്സ്. ഇതിനെ ആര് ബാലൻസ് ചെയ്യണം? ഇവിടെ പുള്ളിങ് ഫോഴ്സ് ആരാ? എം ജി. പുള്ളിങ് ഫോഴ്സ് എം ജി ഇവിടെ താഴോട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മാസ് എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു, മനസ്സിലായോ? അതിന് ഇക്വേറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് എൽ മൈനസ് എക്സ് ലാംഡ ജി. സോൾവ് ചെയ്താൽ ആൻസർ ആവും. ആ എൽ മൈനസ് എക്സ് കണ്ടെത്തിയാൽ മതി. ലാംഡ കട്ട്, ജി കട്ട്. അപ്പോൾ എൽ മൈനസ് എക്സ് ഈക്വൽ ടു ആരാ അവിടെ ഉള്ളത്? മ്യൂ എസ് 0.5 എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു എക്സ്. ഓക്കെ, ഇത് മതി. എക്സ് അറിയില്ല അല്ലേ? ഓക്കെ, അപ്പോൾ എക്സ് കണ്ടെത്തണം. ദാറ്റ് ഈസ് എൽ ഈസ് ഈക്വൽ ടു 3/2 എക്സ് ഓർ എക്സ് ഈക്വൽ ടു എത്ര കിട്ടുക? എക്സ് ഈക്വൽ ടു 2/3 എൽ. എൽ 6 എന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 4 കിട്ടി. പക്ഷെ ഇതല്ല കേട്ടോ ആൻസർ. കാരണം എക്സ് എന്ന് പറഞ്ഞത് ഇതാണ്. പക്ഷെ നമ്മളോട് ചോദിച്ചത് ഹാങ്ങിങ് പോർഷനാണ്. അപ്പം എനിക്ക് ആദ്യം ഇതിന് എക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ തന്നെ ആൻസർ ആവുമായിരുന്നു. എനിക്ക് എൽ മൈനസ് എക്സ് ആവേണ്ടത്. അപ്പോൾ ഹാങ്ങിങ് പോർഷൻ ഇവിടെ എത്രയാണ്? എൽ മൈനസ് എക്സ് ആണ്. ദാറ്റ് ഈസ് 6 മൈനസ് ഇപ്പോൾ എത്ര കിട്ടി? 4. The answer is 2 meter. 2 meter is the right answer. Yes, question number 29 നോക്കൂ. If the projection of 2i cap plus 4j cap minus 2k cap on this is 0, then value of alpha എന്തെന്നാണ് ചോദ്യം. ആ പ്രൊജക്ഷൻ നോക്കൂ. സപ്പോസ് ഇത് വെക്റ്റർ എ, ഇത് വെക്റ്റർ ബി. അപ്പോൾ വെക്റ്റർ ബിയുടെ പ്രൊജക്ഷൻ ഓൺ എ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത്രയും. ഇഫ് ദിസ് ഈസ് തീറ്റ, ദെൻ യു ക്യാൻ സേ ദിസ് ഈസ് ബി കോസ് തീറ്റ. ഈ ബി കോസ് തീറ്റയാണ് നമ്മളോട് പറഞ്ഞത് അല്ലേ? ഇഫ് യു ടേക്ക് പ്രൊജക്ഷൻ, ഇഫ് ദ പ്രൊജക്ഷൻ ഓഫ്, ഓക്കെ, അപ്പോൾ ഞാൻ അതിനെ ബി എടുത്തു. ദിസ് ഈസ് എ. ഓക്കെ, അപ്പോൾ ബി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ആരാ? എന്ന് പറഞ്ഞാൽ എ ബി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എ ആണ്. യെസ്, അപ്പോൾ എ കട്ട് ചെയ്താൽ ഇതാരാണ്? ഇത് എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ എ ആണ്. ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ എ ഡോട്ട് ബി ഈ കേസിൽ എന്താണ്? എ ഡോട്ട് ബി ഈക്വൽ ടു 0.
അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. ഇനി എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ നിങ്ങൾക്ക് തിരിച്ചും മറിച്ചൊക്കെ എടുക്കാം. അപ്പോൾ 2 ഐ ക്യാപ്പ് ഡോട്ട് ഐ ക്യാപ്പ് എത്ര 2 പ്ലസ് 4 ജെ ക്യാപ്പ് ഡോട്ട് 2 ജെ ക്യാപ്പ് 8 മൈനസ് 2 ഡോട്ട് അപ്പം മൈനസ് 2 ആൽഫ ഈക്വൽ ടു എത്ര 0. അപ്പോൾ 2 ആൽഫ ഈക്വൽ ടു 10 ആൽഫ ഈക്വൽ ടു 5 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ആൽഫ ഈസ് 5 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നൗ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. റെസിസ്റ്റൻസ് ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ ആണ്. വി ഈസ് ഈക്വൽ ടു 50 പ്ലസ് ഓർ മൈനസ് 2 വോൾട്ട് and I is equal to so and so. The percentage error R is X percentage. The value of X nearest integer. Simple question. That is delta R divided by R equal to delta V by V into 100% plus percentage error ആയതുകൊണ്ട് then ഇതാണ് delta I divided by I into 100%. Delta V എത്ര 2 by 50 into 100% plus 0.2 divided by 20 into 100%. That is equal to about 2 into 2 4% plus 20 by 20 1%. The answer is again 5%. 5 is the right answer. അപ്പോൾ നമുക്ക് ഓൾ ദ 30 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത എക്സാമുകളിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുക കേട്ടോ. അപ്പോൾ തെറ്റുകൾ സ്വാഭാവികമായിട്ടും പറ്റിയിട്ടുണ്ടാവും. നിങ്ങൾ പ്രശ്നമാക്കേണ്ട. തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക. എന്താണ് മിസ്റ്റേക്ക് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ആ മിസ്റ്റേക്ക് ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.